അവിടെ അങ്ങ് ഏതാണ്ട് അങ്ങ് ഒരു സ്വിറ്റ്സർലൻഡിൽ കുഞ്ഞമ്മയുടെ വല്യമ്മയുടെ മോൻ്റെ മോൻ മരിച്ചിടത്ത് ഇവിടെ ഇരിക്കുന്ന ഞാൻ പോലെ ആചരിക്കണമെന്ന് പറയുന്നതിനകത്ത് ഒരു ലോജിക്കില്ല. ചെങ്ങന്നൂർ ഭഗവതി തൃപ്പൂത്താവുന്നത് അത് നമ്മൾ ആഘോഷിക്കുന്ന ഒരു കാമാഖ്യയിൽ എന്താണ് സംഭവിക്കുന്നത്? ദേവിയുടെ അവിടെ കാമാഖ്യയിലും നമ്മളിത് ആഘോഷമല്ലേ? ഭാരതത്തിന്റെ സംസ്കാരം അനുസരിച്ച് ഇതൊരു ആഘോഷമാണ്. ബയോളജിക്കലി വെൻ എ ഗേൾ ഗെറ്റിംഗ് റെഡി ഫോർ ക്യാരിയിങ് അനദർ ജനറേഷൻ. എല്ലാവർക്കും പുണ്യത്തിൻ്റെ പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരുപാട് ടൈറ്റിൽസ് ഉള്ള ഒരാളാണ്, ഒരു മഹത് വ്യക്തി. അതിലൊരു ഭയങ്കര കൂളായിട്ടുള്ള ഒരാളുമായിരിക്കും. ഞാൻ ഒരിക്കലും ഇത് എന്താ പറയാ, നമ്മൾ ഓവർ എക്സാജറേറ്റ് ചെയ്ത് പറയല്ല. സത്യമായിട്ടും എനിക്കിപ്പോൾ കുറേ നേരമായി ഞങ്ങൾ സംസാരിച്ചു, അതിൽ നിന്ന് മനസ്സിലായ കാര്യമാണ്. ഇപ്പോൾ സാറിനോടുള്ള ഒരു ആദ്യത്തെ ചോദ്യമായിട്ട് കണക്ട് ചെയ്ത് ഈ ഇൻട്രോ പറയാമെന്ന് എനിക്ക് തോന്നുന്നു. സാറിന് ഒരു ഇൻട്രോ തരാമെന്ന് തോന്നുന്നു. അല്ല, ഇൻട്രോ കുറയ്ക്കണ്ട. ആസ് യൂഷ്വൽ ഉള്ള ഫോർമാറ്റിലെ പുണ്യത്തിന്റെ പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു നമ്മുടെ പ്രേക്ഷകർ ശരിക്കും അതിനോടൊരു ഇതില്ല. നമ്മളൊരു നമ്മൾ എല്ലാവരും ഈ സാറിനെ കേൾക്കുന്നവര് ശരിക്കും ഇത് നേരിട്ടിരുന്ന് കേൾക്കുന്ന ഒരു ഫീലിലാണ് ഇല്ല. അപ്പോ ഞാൻ ചോദിക്കാൻ വരുന്നൊരു കാര്യം, അത് ഇൻട്രോയെ കണക്ട് ചെയ്ത് ചോദിക്കാം. അതായത് സാറ് ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. അതായത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ, അതെ, ടൈംസ് ഓഫ് ഇന്ത്യയിൽ ജേർണലിസ്റ്റ് ആയിരുന്നു, അത് എടുത്തു പറയണല്ലോ. പിന്നെ മലയാള മനോരമയിലെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ജേർണലിസം എന്നതിനേക്കാളും ജേർണലിസം ആയിരുന്നു എൻ്റെ പ്ലാറ്റ്ഫോം മുഴുവൻ. അതിൽ മുഴുവൻ ഞാൻ ഈ ഭ്രമിച്ചിരുന്നത് മുഴുവൻ അവരുടെ റേഡിയോ സെക്ഷനുകളിലായിരുന്നു. ടൈംസ് ഓഫ് ഇന്ത്യ വന്നപ്പോഴേക്കും ടൈംസിൻ്റെ റേഡിയോ സ്റ്റേഷനായ റേഡിയോ മിർച്ചിയിലായിരുന്നു. മലയാള മനോരമ വന്നപ്പോൾ റേഡിയോ മാംഗോയിലായിരുന്നു. പിന്നെ റിലയൻസിൻ്റെ FM വന്നപ്പോഴേക്കും അവരുടെ പ്രോഗ്രാമിംഗ് ഹെഡായിട്ട് വന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ അംഗം കഴിഞ്ഞിട്ടാണ് അതിലേക്ക് ഞാൻ വരുന്നത്. ശരിക്കും ഇതൊന്നുമായിട്ട് ബന്ധമില്ലാത്തൊരു ഏരിയ. അപ്പോൾ അങ്ങനെയായിരുന്നു. ആൻഡ് സൈക്കോളജിയിൽ ഒരുപാട് വായിക്കുന്ന എഴുതുന്ന ഒരാളാണെന്ന് ഞാൻ അറിഞ്ഞു. പിന്നെ എന്തായിരുന്നു അതിനുശേഷം ശരിക്കും പ്രൊഫഷൻ ഇപ്പോൾ ഇതൊന്നും അല്ല, ആള് HOD ആണ്, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ HOD ആണ്. സാറിന്റെ കോളേജ് വർക്കലയാണ്. അവിടെ HOD ആണ് ആള്. അപ്പൊ അങ്ങനെ ഒരു ഞാൻ കോളേജ് പറയാത്തത് പിള്ളേർക്ക് ട്രോളാനുള്ള സാധനം ഞാൻ ഇട്ട് കൊടുക്കണ്ടല്ലോ. നാളെ രാവിലത്തെ ട്രോൾ ഇതായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ശരിക്കും പ്രൊഫഷൻ അതാണല്ലോ ഇപ്പൊ കറന്റ്ലി ഒരു അധ്യാപകനാണ്. അപ്പോൾ ഇതിനെല്ലാം അപ്പുറത്തേക്ക് ഇപ്പോൾ നമ്മുടെ പുണ്യവുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ നമുക്ക് ഒരുപാട് യജ്ഞങ്ങൾ ഇതിനോടകം ചെയ്തിട്ടുണ്ട്. ഒരു ആചാര്യൻ കൂടിയാണ്. അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്റെ ചോദ്യം ഈ ആചാര്യൻ എന്നൊക്കെ പറയുമ്പോൾ വിചാരിച്ചത് ഒരു 8-10 രുദ്രാക്ഷമാലയൊക്കെ ഇട്ട് 4-5 ഭസ്മം കുറിയൊക്കെ ഇട്ട് ഞാൻ വരുമെന്നല്ലേ. ആദ്യം ഈ ഒരു ഗസ്റ്റിനെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്ന സമയം ഓക്കെ ആചാര്യൻ അപ്പൊ എക്സാക്ട്ലി അങ്ങനത്തെ ഒരു കഷായ വസ്ത്രം അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഒരു ഇതായിരുന്നു. ശരിക്കും അത് കഴിഞ്ഞ് വാട്സപ്പിൽ മെസ്സേജ് ഡീപ്പ് ഉണ്ടപ്പോ ഞെട്ടി, അയ്യോ ഇതൊരു ചേട്ടനല്ലേ, സത്യം ഞാൻ അങ്ങനെ ഇതൊരു ചേട്ടനല്ലേ ആചാര്യൻ എന്നൊന്നും എനിക്ക് കണക്ട് ചെയ്യാൻ. കാരണം നമ്മൾ കാണുന്ന ആചാര്യന്മാര് കുറച്ച് ഏജ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വേഷവിധാനം തന്നെ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ ഒന്നുമേ അല്ല. അതിനോട് അധ്യാപകനാന്ന് അറിഞ്ഞപ്പോഴും ഞാൻ ഞെട്ടി. ഇന്നിപ്പോ വരുന്ന വഴിക്ക് അധ്യാപകന്റെ കുറച്ച് അത് ഞാൻ അടുത്ത കുറച്ച് കഴിയുമ്പോൾ ചോദിക്കാന്ന് വെച്ചു. ആ ഒരു ഫീച്ചേഴ്സ് കൂടെ കേട്ടപ്പോൾ ഞാൻ ഒന്നുകൂടെ ഞെട്ടി. അപ്പൊ ഇപ്പൊ ചോദ്യം ഇതാണ്, ഈ പറഞ്ഞ പോലെ ഇത്രയും പ്രൊഫഷൻ, അതായത് ഏറ്റവും ആദ്യം ജേർണലിസ്റ്റ് ആയിരുന്നു, ഈ ഇങ്ങനെ ചൂട് പിടിച്ചുള്ള അല്ലെങ്കിൽ മനുഷ്യനെ എന്താ പറയാ ഒരു നെഗറ്റീവ് സൈഡിൽ മാത്രം നിൽക്കുന്ന ഒരു ആ ഒരു ജോബിൽ നിന്ന് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് എന്താ പറയുക ഒരു ഹൈ എൻഡ് സ്പിരിച്വാലിറ്റിയിലാണ്, അല്ലെങ്കിൽ ഒരു അത്രയും ഒരു ആ ഒരു ലെവൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി. അത് അപ്പോൾ വളരെ നാച്ചുറൽ ഒരു ഫ്ലോ ആയിരുന്നു. ഇപ്പോൾ വളരെ ബേസിക് ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ എങ്ങനെ വളരുന്നു, നമ്മളെ എങ്ങനെ വളർത്തുന്നു എന്ന് പറയുന്ന വലിയൊരു ഫാക്ടർ ഉണ്ട് അതിനകത്ത്. നമ്മൾ വളരുന്ന സാഹചര്യങ്ങൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു ഗ്രാമത്തിൽ എന്നും വൈകുന്നേരം അമ്പലത്തിൽ പോകുന്ന, എന്നും നിത്യവും നാമം ജപിക്കുന്ന അച്ഛനമ്മമാരുള്ള ഒരു വീട്ടിലിങ്ങനെ നമ്മൾ അത് കണ്ടാണല്ലോ വളരുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നമുക്ക് അതിനോടൊരു ഇൻക്ലിനേഷൻ ഉണ്ടാവും. പിന്നെ മാത്രമല്ല അത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൻ്റെ ഭാഗമായിരിക്കും. അത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നേരെ മുഖം കഴുകുക, പൂജാമുറി ചെന്ന് ഭസ്മക്കൊട്ടയെന്ന് ഭസ്മം ഇടുക, നാമം ജപിക്കുക, അതൊരു ചിട്ടയാണ്. കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വിസ്തരിച്ചൊരു സഹസ്രനാമ ജപമായി, അതൊരു ചിട്ടയാണ്. അപ്പോൾ അത് കണ്ട് 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 നമ്മളത് വളരെ ഇൻക്ലിൻഡ് ആയിട്ട് കിടപ്പുണ്ട് ഒരു വശത്ത്. രണ്ടാമത്തെ വശത്ത് ഇതൊക്കെ കാണിച്ചു കൂട്ടലുകളല്ലേ. ഇതിപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെയല്ലേ, മറ്റുള്ളവരെ കാണിക്കാനുള്ള ജീവിതമല്ലേ. നമ്മളല്ലാതെ നമുക്ക് ഒരു സമയം എത്ര സാരി ധരിക്കാൻ പറ്റും? അതിന് പറയൂ, ആതിരയ്ക്ക് ഒരു സമയം എത്ര സാരി വയ്ക്കും? ഒന്ന്. എത്ര സാരി വീട്ടിൽ അലമാര ഇരിപ്പുണ്ട്? ഒരു 50, 100, 150 ഒക്കെ കാണും അല്ലേ? അത് തന്നെയല്ലേ. എൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. പിന്നെ നമ്മളിത് തിരിച്ചറിഞ്ഞ് വരുമ്പോൾ
നമ്മൾ ഈ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത് കുറയും, നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങും. അതെ. അപ്പോഴേക്കും നമ്മളൊരു മീ സ്പേസ് ഉണ്ടാക്കിയെടുക്കും. ഈ നാമജപം എന്ന് പറയുന്ന ഒരു മീ ടൈമാണ്. ഈ ഏറ്റവും കൂടുതൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നാമജപം അവിടെ മാത്രമാണ് നമ്മളും മാത്രമായിരിക്കുന്നത്, വേറെ ഒരാളും അതിനകത്തില്ല. ഇല്ല. അതെ. ഈ ബോഡി എന്ന് പറയുന്നത് വെറും ഒരു ഹാങ്ങർ ആണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു റെവല്യൂഷൻ ടൈമുണ്ട്, ഒരു റിവീലിംഗ് ടൈമുണ്ട്. എത്ര ആഹാരം വാങ്ങിച്ചു വെച്ചിരുന്നാലും, എന്തൊക്കെ ഫ്രിഡ്ജിൽ, ഇപ്പോൾ നിങ്ങളുടെയൊക്കെ ജനറേഷൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബർഗറും പിസയും ഡോണട്ടും അതൊക്കെ വാങ്ങിച്ചു വെച്ചിരുന്നു കഴിഞ്ഞാലും കഴിക്കുന്നതിന് ഒരു പരിധിയുണ്ട്, അതെ. അത്രേ പറ്റൂ. അതിനപ്പുറം എന്ത് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്നാലും നാളെ എടുത്ത് പുറത്തേക്ക് കളയാനുള്ള സാധനമാണ്. അതേ ഉള്ളൂ. വസ്ത്രവും അതുപോലെ തന്നെ. നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് ജീവിച്ചു പോകാനുള്ള എന്താ പറയുക ആവശ്യങ്ങൾ വളരെ ലിമിറ്റഡ് ആണ്. നമ്മൾ അതിനെ ലക്ഷറിയുടെ ലെവലിലേക്ക്, നമ്മൾ അതിനെ എക്സീഡ് ചെയ്ത് അത്യാഗ്രഹത്തിൻ്റെ ലെവലിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് നമുക്കൊന്നും തികയാതെ വരുന്നതും ഒന്നുകൊണ്ട് നമ്മൾ സന്തോഷിക്കാതെ വരുന്നതും. ഈ ഫ്ലോയിൽ സംഭവിച്ചതും അങ്ങനെ തന്നെയാണ്. എവിടെയോ ഒരു പോയിന്റിൽ നമുക്ക് മനസ്സിലായി ഇതിനകത്തൊന്നും വലിയ കാണിച്ചു കൂട്ടലും അതും. ഓക്കെ, ഇനിയിപ്പം എന്താ പറയുന്നത്, കല്യാണം വന്നു എന്ന് പറഞ്ഞിട്ട് വലിയ സിൽക്ക് ഷർട്ട് എടുത്തിട്ടൊന്നും കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ സിൽക്ക് ഷർട്ട് അവിടെ നനച്ച് പുറത്ത് തൂക്കിയിരുന്നാൽ, ഓ നമസ്കാരം സാറേ എന്ന് പറഞ്ഞാൽ ആ സിൽക്ക് ഷർട്ടിന് ആളുകൾ നമസ്കരിച്ചിട്ട് പോകണ്ടേ? ആരും ചെയ്യുന്നില്ലല്ലോ. ഓ എൻ്റെ എന്താ പറയുന്ന വില കൂടിയ സിൽക്ക് ഷർട്ടാണ്, അല്ലെങ്കിൽ ഒരു സിൽക്ക് സാരി അവിടെ പുറത്തെടുത്ത, ഓ സിൽക്ക് സാരി ഇരിക്കുന്നു, നമസ്കരിക്കുക, ആരും പറയുന്നില്ലല്ലോ. അപ്പോൾ നമ്മളെ നമസ്കരിക്കുന്നത് നമ്മളെ ജ്ഞാനത്തിനെയാണ്, നമ്മുടെ അറിവിനെയാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞു തുടങ്ങി വരുമ്പോഴേക്കും എല്ലാം നമ്മൾ ഓട്ടോമാറ്റിക്കലി വന്നു. അതൊരു ഓട്ടോമാറ്റിക് ആണ്, അല്ലാതെ അതിനകത്ത് ഫോഴ്സ്ഫുൾ ട്രാൻസാക്ഷൻ ഒന്നുമില്ല. എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു ആ ചൈൽഡ്ഹുഡിലുള്ള ഒരു ചൈൽഡ്ഹുഡ് ഒരു പക്ഷേ നല്ലവണ്ണം സ്വാധീനിച്ചിട്ടുണ്ടാവും, വായന നല്ലവണ്ണം സ്വാധീനിച്ചിട്ടുണ്ടാവും, പിന്നെ നല്ല നല്ല മ്യൂസിക് സ്വാധീനിച്ചിട്ടുണ്ടാവും, ഈ ഒരുപാട് പേരുണ്ട്, എൻ്റെ ഇടയിൽ വന്ന ഗുരുക്കന്മാർ സ്വാധീനിച്ചിട്ടുണ്ടാവും. പക്ഷേ അൾട്ടിമേറ്റ്ലി സ്വന്തമായിട്ട് ഒരു ഓട്ടോമാറ്റിക് എവല്യൂഷൻ ആയിരുന്നു, അല്ലാതെ അതിനകത്തൊരു ഫോഴ്സ്ഫുൾ എവല്യൂഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് സംസാരിച്ച വീട്ടിൽ സാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് മീ ടൈമിനെ പറ്റി. അതായത് സാറിന് ഞാനിപ്പോൾ അതാ ചോദിക്കുന്നത്, ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു, അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ സ്പിരിച്വാലിറ്റി ആയാലും അല്ലെങ്കിൽ ഇപ്പം അധ്യാപനം ആയാലും ഒക്കെ ഇത് ഒരു ഇതിലിങ്ങനെ കൊണ്ടുപോകുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു മീ ടൈം കിട്ടുന്നത് യാത്ര ചെയ്യുമ്പോഴാണ്. 100%, 100% യാത്രകളിലാണ് നമ്മൾ മീ ടൈം ഉണ്ടാക്കുന്നത്. യാത്രകൾ കഴിയുന്നത്ര ഞാൻ ആരുമായിട്ടും സംസാരിക്കില്ല, പ്രത്യേകിച്ച് ട്രെയിൻ യാത്രകളാണെങ്കിൽ ഞാൻ ഒരിക്കലുമില്ല. കാരണം നമുക്ക് നമ്മളോട് സംസാരിക്കാൻ കിട്ടുന്ന സമയം, ബാക്കിയുള്ള സമയം മുഴുവൻ നമ്മൾ ഒന്നുകിൽ കോളേജിലായിരിക്കും, അല്ലെങ്കിൽ യജ്ഞങ്ങളായിരിക്കും, ഇല്ലെങ്കിൽ പൂജകളായിരിക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും കൺസൾട്ടേഷൻ ആയിരിക്കും. ഇതിൽ കൂടാതെ എഴുത്തുകളുണ്ട്, എഴുതുന്ന രീതികളുണ്ട്, അപ്പോൾ എഴുത്തായിരിക്കും. പിന്നെ ദിവസത്തിൽ മിനിമം 1.5 മണിക്കൂർ വായിക്കുക എന്ന് പറയുന്നത് ജീവശ്വാസം പോലെ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ്. എത്ര തിരക്കുണ്ടെങ്കിലും 1.5 hours റീഡിങ് എന്ന് പറയുന്ന ഈ കഴിഞ്ഞ വർഷങ്ങളിൽ അത്രയും ഒരു മസ്റ്റാണ്. അപ്പോൾ അതിനുള്ള സമയം കണ്ടെത്തണം. അതാണ് ഇപ്പം ഞാൻ ചോദിക്കാൻ വന്നത്. അതായിരുന്നു ഇപ്പം ഈ തരത്തിൽ ഇപ്പോഴത്തെ ആരോട് ചോദിച്ചാലും നമ്മൾ പറയുന്ന കേൾക്കുന്ന ഒരു കാര്യം, എനിക്ക് സമയമില്ല. അയ്യോ, എനിക്ക് സമയം ആവശ്യത്തിനുണ്ട് കേട്ടോ, ആവശ്യത്തിനും അതിൽ കൂടുതലും എനിക്ക് സമയമുണ്ട്. അതായത് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും അത് നരേന്ദ്രമോദിക്കും നമുക്കൊക്കെ സൂര്യൻ 24 മണിക്കൂറേ തരുന്നുള്ളൂ. നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്ത്. രാവിലെ എൻ്റെ ദിവസം സ്റ്റാർട്ട് ചെയ്യാതെ രാവിലെ 3:15 സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. 3:15 സ്റ്റാർട്ട് ചെയ്യും, രാത്രി ഒരു 11:30 11:45 അത് വൈൻഡ് അപ്പ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഉറങ്ങുന്ന സമയം വളരെ കുറവെന്നുള്ളതല്ല, ഉറങ്ങുന്ന സമയം വളരെ ക്വാളിറ്റി ഉറക്കത്തിന്റെ ആളാണ് ഞാൻ. ഉറങ്ങണമെന്ന് തോന്നിയാൽ മാത്രം ഉറങ്ങുന്ന ഒരാളാണ്. പണ്ടൊക്കെ ആണെങ്കിൽ കണക്ക് പുസ്തകമൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ, സ്കൂളിൽ പഠിക്കുമ്പോൾ കണക്ക് പൈതഗോറസ് തിയറം 2 തവണ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറങ്ങുമായിരുന്നു. അത് കഴിഞ്ഞ് PGക്ക് പഠിക്കുന്ന സമയത്ത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് നോക്കിയാൽ ഉറങ്ങുമായിരുന്നു. ഫിലിപ്പ് കോട്ട്ലറെ കണ്ടാൽ ഞാൻ ഉറങ്ങുമായിരുന്നു. കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു വന്നപ്പോൾ ഉറങ്ങാൻ നമുക്ക് തന്നെ അറിയാമല്ലോ, ഇന്നതാണ് നമ്മളെ ഉറക്കത്തിലേക്ക് ടെംപ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഫോക്കസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ടൈം നമ്മൾ കണ്ടുപിടിക്കും. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഒരാളുടെ പാട്ട് തുടങ്ങുമ്പോൾ ഞാൻ ഉറങ്ങും, ആളുടെ പേര് അതാ. അപ്പോൾ പാടി തുടങ്ങുമ്പം ഋഷഭം പാടേണ്ടടുത്ത് ഗാന്ധാരവും, ഗാന്ധാരം പാടേണ്ടടുത്ത് മദ്യവും പാടി കേൾക്കുമ്പോൾ തന്നെ സ്വാമിയേ ശരണോ ഈയപ്പ, അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുട്ടിക്കാലത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ ഞാനായാലും അല്ലെങ്കിൽ നമ്മൾ ഈ യങ്സ്റ്റേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേണ്ട നമ്മുടെ മുതിർന്നവരായിക്കോട്ടെ, ഇവരൊക്കെ ഈ ചെറുപ്പം തൊട്ട് നമ്മുടെ പൂർവികർ എന്ത് പറഞ്ഞു തന്നിരിക്കുന്നു, അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്ത ഒരു ക്രൈറ്റീരിയ ഉണ്ടാവും, അതേ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിപ്പോൾ ചിട്ടകളുടെ കാര്യമായിക്കോട്ടെ, വിശ്വാസങ്ങളായിക്കോട്ടെ, എല്ലാം നമ്മൾ അങ്ങനെയാണ്. അപ്പോൾ ശരിക്കും ഇതിലൊക്കെ ഇപ്പം കുറേ ആയിട്ട് നമുക്ക് ഈവൻ നമുക്ക് തന്നെ ഒരു വിരോധാഭാസം തോന്നാറ്. ലൈക്ക് നമ്മൾ സയൻസുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇതങ്ങനെ അല്ലല്ലോ. പണ്ട് കുറേ കാര്യങ്ങൾ, ആചാരങ്ങളൊക്കെ സ്പിരിച്വലി ആണല്ലോ പറഞ്ഞോണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്മൾ ഇപ്പോഴും നിലനിൽക്കുന്ന തെറ്റായിട്ടുള്ള ആ ഒരു ആചാരനിഷ്ഠകൾ, അതിൻ്റെ എന്നാ ശരിയായ വശങ്ങളും അതൊന്ന്. ഇപ്പോൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഈ പണ്ട് സാംക്രമിക രോഗങ്ങൾ ഒരുപാടുണ്ടായിരുന്നു, എപ്പിഡമിക് ഡിസീസുകൾ ഒരുപാടുണ്ടായിരുന്നു, ജലത്തിൽ കൂടി പകരുന്നത്, വായുവിൽ കൂടി പകരുന്നത് ഒരുപാടുണ്ടായിരുന്നു. പണ്ട് കൂട്ടുകുടുംബങ്ങളുമായിരുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ ഒരാൾക്കൊരു വസ്ത്രം വാങ്ങിച്ചാൽ അത് അതിന് തൊട്ട് താഴെയുള്ള അനിയത്തിയാണെങ്കിൽ കൊടുക്കും, അവരുപയോഗിക്കും.
അതിന് താഴെയുള്ളവർ ഉപയോഗിക്കും. മാത്രമല്ല പണ്ടൊക്കെ ടവലുകളാണെങ്കിലും നമ്മുടെ ഹൈജീൻ കൺസേൺസ് ചീപ്പാണെങ്കിലും ഒക്കെ തലകോതുന്ന ചീപ്പും ഒക്കെ എല്ലാവരും ഉപയോഗിക്കുന്ന മറ്റുള്ളവരെല്ലാവരും ഉപയോഗിക്കും. നമ്മളിപ്പോഴാണ് വളരെ മോളിക്യൂൾഡായി നമ്മൾ പേഴ്സണലായിട്ട് വന്നത്. അങ്ങനെ ഒരു കാലത്ത് ഒരു കിണറ്റിൽ നിന്ന് കുളിക്കും, ഒരു പാത്രത്തിൽ നിന്ന് ആഹാരം കഴിക്കും, അങ്ങനെയുള്ള ഒരുപാട് കൺസേൺസുകൾ പണ്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അന്നത്തെ കാലത്ത് നമ്മളൊരു മരണം നടന്നാലും ഇത് നടന്നാലും പുല വാലായ്മ തുടങ്ങിയവ നമ്മൾ ശുദ്ധമായി പാലിക്കണം എന്ന് നമ്മൾ പറയുന്നതിൻ്റെ ഒരു റീസൺ അതാണ്. ഇപ്പോൾ ഒരു കൂട്ടുകുടുംബത്തിൽ 16 പേരുണ്ട്, ഒരു മരണം നടന്നു, മരിച്ചത് ചിലപ്പോൾ വല്ല എപ്പിഡമിക് ഡിസീസ് ഇതും ആയിരിക്കാം, സാംക്രമിക രോഗങ്ങളായിരിക്കാം, അത് ജലം വഴി പകരുന്നതായിരിക്കാം, വായു വഴി പകരുന്നതായിരിക്കാം. അത് നമുക്ക് പറയാം എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റാത്തൊരു കാലം. 10-20 പേര് ഒരു വീട്ടിനകത്ത്. അന്ന് നമ്മൾ പറയുമായിരുന്നു, നിങ്ങൾ ശുദ്ധാശുദ്ധങ്ങളിൽ പുലയെ നോക്കണം, കൃത്യമായിട്ട് അണിനേരം കുളിക്കണം, മാറി ഉടുക്കരുത്, വസ്ത്രം മാറി ഉടുക്കരുത്, ഈ കഴിക്കുന്ന പാത്രം മാറി എടുക്കരുത്, മരണചടങ്ങുകൾ തീരുന്നത് വരെയും അങ്ങനെയൊക്കെ നമ്മൾ കുറേ ചിട്ടകൾ പറയും. ഇന്നിപ്പോൾ നമ്മൾ അങ്ങനെയല്ല. ഇപ്പോൾ എൻ്റെ വല്യമ്മയുടെ മോളുടെ മോൻ അങ്ങ് സ്വിറ്റ്സർലൻഡിൽ മരിച്ചെങ്കിൽ ഞാൻ അവനെ കണ്ടിട്ടുള്ളത് 1.5 വയസ്സിലായിരിക്കും. അവനിപ്പോൾ 47 വയസ്സായിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ 40 വയസ്സായിട്ടുണ്ടാവും. എനിക്ക് അവൻ ആരെന്നറിഞ്ഞൂടാ, എവിടെയാണെന്നറിയാം. അവിടെ അങ്ങ് ഏതാണ്ട് അങ്ങ് ഒരു സ്വിറ്റ്സർലൻഡിൽ കുഞ്ഞമ്മയുടെ വല്യമ്മയുടെ മോൻ്റെ മോൻ മരിച്ചിടത്ത് ഇവിടെ ഇരിക്കുന്ന ഞാൻ പോലെ ആചരിക്കണമെന്ന് പറയുന്നതിനകത്ത് ഒരു ലോജിക്കില്ല, ഒരു ലോജിക് നമുക്ക് പറയാനില്ല. ഇനിയിപ്പോൾ ഇത് പറയുമ്പോൾ ഇതിനെ ട്രോളാനായിട്ട് ഒരു 100 കമന്റുകൾ താഴെ വരും. അങ്ങനെയല്ല സ്വാമി, ഇങ്ങനെയല്ല സ്വാമി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു 100 കമന്റുകൾ വരും, ഇല്ലേ? പക്ഷേ ഈ സെൻസിബിളായിട്ട് അവധൂത് മഹാരാജനെ പോലുള്ളവരൊക്കെ ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് സയൻറ്റിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് പുലയാണെങ്കിലും ശരി, വാലായ്മയാണെങ്കിലും ശരി, ഗർഭാവസ്ഥ, ഒരു പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഈ സമ്പാദ്യവാക്യം എന്ന് പറയുന്ന രാമായണത്തിലെ ഭാഗത്തിലാണ് ഒരു ഗർഭിണി അറിഞ്ഞിരിക്കേണ്ടുന്ന വസ്തുക്കളെ മുഴുവൻ പറഞ്ഞു വയ്ക്കുന്നത്. എങ്ങനെയാണ് ഒരു ജീവൻ ഒരു മനുഷ്യ സ്വരൂപത്തെ പ്രാപിക്കുന്നതെന്നും എങ്ങനെയാണ് 10 മാസത്തിൽ ഈ ഡെലിവറി നടക്കുന്നതെന്നും ഒക്കെ ഉള്ളതെല്ലാം സമ്പാദ്യവാക്യം വേറൊരു പോഡ്കാസ്റ്റിൽ പറയാം നമുക്ക് സമ്പാദ്യവാക്യം. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഈ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം അവരുടെ ഒരു പീരിയോഡിക്കൽ ഒരു സൈക്കിൾ ഒന്ന് നേരെ ആവാൻ എടുക്കുന്ന സമയം നമുക്കറിയാം. അതുവരെ വരുന്ന ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. ഭാരതീയമായ സംസ്കാരം അനുസരിച്ച് ഈ മെൻസസ് ആവുക, മെൻസ്ട്രുലേഷൻ, ഇതൊന്നും നമുക്ക് പാപങ്ങളല്ല. നമ്മളിതൊക്കെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന ചെങ്ങന്നൂരാണല്ലോ, ചെങ്ങന്നൂർ ദേവി തൃപ്പൂത്താവുന്ന എങ്ങനെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്? ചെങ്ങന്നൂർ ദേവി തൃപ്പൂത്തായി എന്ന് പറഞ്ഞാൽ നമ്മൾ നടയും അടച്ച് അമ്പലവും പൂട്ടി താഴിട്ട് വീട്ടിൽ കൊണ്ട് വയ്ക്കുകയാണോ ചെയ്യുന്നത്? താക്കോൽ കൊണ്ട് വയ്ക്കുകയാണോ ചെയ്യുന്നത്? അല്ലല്ലോ. ചെങ്ങന്നൂർ ഭഗവതി തൃപ്പൂത്താവുന്നത് അത് നമ്മൾ ആഘോഷിക്കുന്നത്. കാമാഖ്യയിൽ എന്താണ് സംഭവിക്കുന്നത്? ദേവിയുടെ അവിടെ കാമാഖ്യയിലും നമ്മളിത് ആഘോഷമല്ലേ? ഭാരതത്തിന്റെ സംസ്കാരം അനുസരിച്ച് ഇതൊരു ആഘോഷമാണ്. ബയോളജിക്കലി വെൻ എ ഗേൾ ഗെറ്റിംഗ് റെഡി ഫോർ ക്യാരിങ് അനദർ ജനറേഷൻ, അതാണല്ലോ. അതിനപ്പുറത്തേക്ക് അതിനെന്താണ്? അതൊരു ബയോളജിക്കൽ നെസസിറ്റിയാണ്, അതൊരു ബയോളജിക്കൽ സെലിബ്രേഷനാണ്. അതിനെ ഈ ആവശ്യമില്ലാത്തതിന്റെ പേര് പറഞ്ഞ് തൊട്ടുകൂടാ, തീണ്ടിക്കൂടാ, ഇതൊക്കെ നമ്മൾ അത് ഈ 1950കളിലും 40കളിലും കൂട്ടുകുടുംബങ്ങളിൽ ജനിച്ചു വളർന്ന ഒരു തലമുറയ്ക്കാണ് ഇപ്പോഴും അതൊക്കെ പ്രോമിനൻ്റ് ആയിട്ടുള്ളത്. ഈ നിങ്ങളുടെയൊക്കെ ജനറേഷൻ വരുമ്പോഴേക്കും കുറേയൊക്കെ മാറി. നിങ്ങളുടെയൊക്കെ ജനറേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയുന്നത്, ഒരു സൈക്കിളിൽ ഒരു 5-ാമത്തെ 6-ാമത്തെ ദിവസം നിങ്ങൾ അമ്പലത്തിൽ പോകുന്നുണ്ടാവും. വൺസ് യു ഫീൽ യുവർ സെൽഫ് ദാറ്റ് യു ആർ ക്ലെൻസ്ഡ്, യു ആർ ക്ലീൻ ആൻഡ് യു ആർ ക്ലെൻസ്ഡ് എന്ന് പറയുന്നത് അമ്പലത്തിൽ പോകുന്നുണ്ടാവും. ഞാനൊന്ന് ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ തിരുവിതാംകൂറിൻ്റെയും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയും ഒക്കെ അമ്പലങ്ങളിൽ 3 ദിവസം മുമ്പ് സ്ത്രീകൾ 3-ാമത്തെ ദിവസം എങ്ങനെയാണ് അവർ കഴകപ്പണിക്കും മറ്റു പണികൾക്കും സ്ത്രീകൾ അകത്ത് വരുന്നത്, പ്രവേശിക്കാൻ വരുന്നത്? നമ്മൾ ഈ പറയുന്ന ഈ മാമൂലുകൾ ഉണ്ടായിരുന്നെങ്കിൽ അവർ 7 ദിവസം അവർ പുറത്ത് നിൽക്കണമല്ലോ. ചിലർക്ക് 7 പോരല്ലോ, ചിലർ ഇപ്പോഴും 12 നോക്കുന്നവരുണ്ട്. 12 ദിവസം പുറത്ത് നിന്ന് കഴിഞ്ഞാൽ ബാക്കി 16 ദിവസത്തെ ശമ്പളം മതിയോ അവർക്ക്? 12 ദിവസത്തെ ലോസ് ഓഫ് പേ ആണോ അവർ ഉദ്ദേശിക്കുന്നത്? അതല്ലല്ലോ. ക്ഷേത്രങ്ങൾ നോക്കൂ, ഇത് രാജാവിനേക്കാളും വലിയ രാജ്യഭക്തി ആയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ഷേത്രങ്ങളിൽ ഭഗവാനുമായിട്ട് നിത്യനിദാനങ്ങളിൽ സമ്പർക്കം പുലർത്തുന്ന ഇവർക്കില്ലാത്ത പുലിയും വാലായ്മയും നമ്മൾ എന്തിനാണ് നമ്മുടെ തലയിൽ നോക്കുന്നത്? ഇതൊക്കെ ഈ ഹിന്ദു സമുദായത്തെ ഇന്നും ഈ എന്താ പറയുന്നത്, ഒരു ദുരാചാരത്തിന്റെ ലെവലിലേക്ക് ഹിന്ദു സമുദായമൊക്കെ അവിടെ നിന്നൊക്കെ എത്രയോ മുകളിലാണ്. എത്രയോ 1000 കോടി സൂര്യ സമപ്രഭയോടെയാണ് സമുദായം വിരാജിക്കുന്നത്. അല്ലെങ്കിൽ ഹിന്ദുയിസം എന്ന് പറയുന്ന സങ്കല്പം ഒരു കോടി സൂര്യ സമപ്രഭയുള്ള ഒരു സങ്കല്പമാണത്. അതല്ലാതെ നമ്മൾ ഇപ്പോഴും പറയുന്നത് പോലെ ചിമ്മിനി വിളക്കിന്റെ കരിഞ്ഞ തിരുനാളത്തിൽ ഇരുന്നുകൊണ്ട് 3 ആയുള്ളൂ 2 ആയുള്ളൂ 11 കഴിയാതെ വന്നുകൂടാ. ഈ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ദുരാചാരമില്ലേ? ഭർത്താവ് മരിച്ചു പോയാൽ അവരൊരു താലപ്പൊലി എടുത്താൽ അവർ സ്ത്രീയുടെ മംഗലവസ്തു, ഇത് എവിടത്തെ രീതിയാണ്? ന്യായമാണിത്? 18-20 വയസ്സ് വരെ അല്ലെങ്കിൽ 22 വയസ്സ് വരെ മക്കളെ വളർത്താൻ അറിയാമെന്നുള്ള അമ്മയ്ക്കല്ലാതെ വേറെ ആർക്കാണ് അധികാരം? കുറേ അമ്മാവന്മാർ ഇറങ്ങിക്കോളും. അന്ന് രാവിലെ സിൽക്ക് കുർത്തകൾ ഇട്ടുകൊണ്ട് ഇറങ്ങിക്കോളും. കുറേ അമ്മായിമാരും അമ്മാവന്മാരും അങ്ങനെ താലപ്പൊലിയായിട്ട് അങ്ങ് നിരന്നു വരും.
പെണ്ണിനെ പിടിച്ച് അങ്ങോട്ട് കറക്കും, പെണ്ണിനെ പിടിച്ച് ഇങ്ങോട്ട് കറക്കും. ആ ബ്യൂട്ടീഷ്യൻ ചെയ്തു വെച്ചേക്കുന്ന സാധനങ്ങളെയൊക്കെ കറക്കി നശിപ്പിച്ച് ടെൻഷനും അടുപ്പിച്ച് നാഗവല്ലിയെ പോലെ തോം 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 എന്ന് പറഞ്ഞ് കുറെ ഈ അമ്മാവന്മാരെയും അമ്മായിമാരെയും കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടോ? ഇതൊക്കെ അന്നൊരു ദിവസത്തേക്ക് പൊങ്ങി വരുന്ന സാധനങ്ങളാ ഇല്ലേ? എന്നാലോട്ട് ചുക്കും ചുണ്ണാമ്പൂ അറിയാമോ? പെങ്കൊച്ചിനെയും വിളിച്ചുകൊണ്ട് തെക്ക് വശത്തൂടെ കയറി വരുന്നത് കാണാം. ഇതിന് കിഴക്കും വടക്കും അറിഞ്ഞുകൂടാ, തെക്കും പടിഞ്ഞാറും അറിഞ്ഞുകൂടാ. എന്നാൽ അറിയാമെന്നുള്ള ആചാര്യന്മാരെ കൊണ്ട് ചെയ്യിക്കുമോ? അതും ചെയ്യിക്കില്ല. എന്നിട്ട് പറഞ്ഞോളും ഭർത്താവ് മരിച്ചതാണ്, നീ അവളെ തൊട്ടുപോരുത്, നീ ബാക്കി എല്ലാം അവൾ തൊടുന്നതിന് കുഴപ്പമില്ല. പെണ്ണിനൊടുക്കാനുള്ള സാരി, പെണ്ണിന്റെ വസ്ത്രങ്ങൾ, ബാക്കിയുള്ള ചെലവ്, ഫുൾ ചെലവ് തൊടുന്നതിന് കുഴപ്പമില്ല. ഞാനീ പറയുന്നത് അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളും അങ്ങനെയുള്ള ദുരാചാരങ്ങളും മാറണം. മക്കളെ വളർത്താൻ അറിയാമെന്നുള്ള അമ്മയ്ക്കല്ലാതെ വേറെ ആർക്കാണ് അധികാരം? ഇനിയിപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും ഒന്നുപോലെ തിരിച്ചു പോകാൻ പറ്റുമോ? ഇനിയിപ്പോൾ ഒരുമിച്ച് വരാനും ഒരുമിച്ച് തിരിച്ചു പോകാൻ ഇതെന്ത് വന്ദേ ഭാരത് എക്സ്പ്രസ് ആണോ? അങ്ങനെയല്ലല്ലോ, ഘടന അങ്ങനെയല്ലല്ലോ, സനാതന ധർമ്മത്തിന്റെ ഘടന അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് ഈ ഭർത്താവില്ല എന്ന് പറഞ്ഞോ, ഭാര്യയില്ല എന്ന് പറഞ്ഞോ, ഈ ആളുകളെ ഒറ്റപ്പെടുത്തി നിർത്തി ഈ പേഴ്സണൽ ഇൻസൾട്ട് ആൻഡ് ഹ്യൂമിലിയേഷൻ എന്ന് പറയുന്നത് നിയമം കൊണ്ട് എതിർക്കപ്പെടേണ്ടതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇറ്റ് ഹാസ് ടു ബി. ഇതിനെ നിയമം കൊണ്ടെങ്കിൽ നിയമം കൊണ്ട് എതിർക്കണം എന്ന് പറയുന്ന ഒരു, അല്ലെങ്കിൽ എതിർക്കപ്പെടേണ്ടതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് ഞാൻ ഈ പറയുന്ന പോലെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന വെറും ഭസ്മക്കുറി ഇടലോ ജപമാല പിടിക്കലോ ഒന്നുമല്ല സ്പിരിച്വാലിറ്റി ഈസ് എ പ്ലസൻറ്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, ഫോഴ്സിങ് യു യുവർസെൽഫ് ആൻഡ് ഫോഴ്സിങ് അതേഴ്സ് ടു ഹാവ് എ വെരി പ്ലസൻറ്റ് ബാലൻസ്ഡ് ലൈഫ്. അതേ ഉള്ളൂ. അല്ലാതെ ഈ നമ്മുടെയൊക്കെ വിശ്വാസം കുറേ രാമായണം പഠിച്ചാലോ കുറേ മഹാഭാരതം പഠിച്ചിട്ട് എന്താ പറഞ്ഞത് കുനിഞ്ഞു കുമ്പിട്ട് കിടന്ന് 4 നേരം നമസ്കരിച്ചാൽ സ്പിരിച്വാലിറ്റി ആയി എന്നാണ്. ആര് പറഞ്ഞു സ്പിരിച്വാലിറ്റി അതാണെന്ന്? ഇല്ലേ, നമ്മൾ അങ്ങനെയാണ് വിചാരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് രാവിലെ നാരായണീയത്തിൻ്റെ, ഭാഗവതത്തിൻ്റെ, ദേവി ഭാഗവതത്തിൻ്റെ പുരാണങ്ങളുടെ ഒരു തലയിൽ കെട്ട് ചുമന്നുകൊണ്ട് പോയി ഈ ക്ഷേത്രത്തെ കൊണ്ടുവച്ച് 4 നേരം നമസ്കരിച്ചാൽ അത് സ്പിരിച്വാലിറ്റി ആയി എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതാണോ സ്പിരിച്വാലിറ്റി എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം, ഇല്ലേ? എന്നിട്ടോ സാർവത്ര കൊഴുത്തുരുമ്പ്, കുന്നായ്മ, കൂട്ടിയടി, ഇല്ലാത്ത കയ്യിലിരിപ്പ് ഒന്നുമില്ല. ഇതിനകത്ത് എവിടെയാണ് സ്പിരിച്വൽ എന്ന് നമ്മൾ പറയുന്നത്? എന്തിനാ പോകുന്നത്? ഇതിന് സ്പിരിച്വാലിറ്റിക്ക് വേണ്ടിയിട്ട്. തിരിച്ചു വരുന്നതോ അപ്പുറത്തെ ശാരദയുടെ മോൾ ഇത് പറഞ്ഞു, അപ്പുറത്തെ ശാരദയ്ക്ക് ഞാൻ പാടാൻ മൈക്ക് കൊടുക്കൂല, അപ്പുറത്തെ സുമംഗലി ശ്രുതി താഴ്ത്തി പാടി, ഇനി അവൾ ഭജന പാടുമ്പോൾ ഞാൻ പാടൂല, ഇനി കാണിച്ചു കൊടുക്കാം, ഞാൻ ഇന്നത്തോടെ ഞാൻ തീർത്തു കൊടുക്കാം സുമംഗലിയുടെ അവളെ ശ്രുതി. ഇവിടെ ഇതിനകത്ത് എവിടെയാണ് സ്പിരിച്വാലിറ്റി? അവര് പാടുന്ന എന്താ? മനമോഹന സുന്ദര രൂപ ശരണാഗതി ദേദോ ഭഗവൻ മനഃശാന്തി ദേദോ ഭഗവൻ. ഭജന അങ്ങോട്ട് തീരുന്നതും ഓമന കുഞ്ഞമ്മയും രാധകുഞ്ഞമ്മയും കൂട്ടിയടി. എൻ്റെ ശ്രുതിക്കനുസരിച്ച് അവർ പാടിയില്ല. പാടിയത് മുഴുവൻ എന്തുവാ? മനഃശാന്തി ദേദോ ഭഗവൻ. എന്നിട്ട് കിട്ടിയതോ ഉള്ള ശാന്തിയും കൂടെ ഇല്ലാതെ. ഈ വളരെ അടുത്തൊരു അമ്പലത്തിൽ ഞാനിത് കണ്ടു. ഈ പലരും യജ്ഞത്തിന്റെ ആചാര്യൻ എന്ന് പറയുമ്പോൾ അത് ചണ്ഡിയാഹോമം ആണെങ്കിലും നമ്മളെ കാണുന്നത് വേറൊരു പെർസ്പെക്റ്റീവിലാണ്. ബഹുമാനാണോ പേടിയോ എന്തൊക്കെ? ഞാനാണെങ്കിൽ ജീവിതത്തിന് വളരെ ലൈറ്ററായിട്ട് കാണുന്ന ആളാണ്. അതിപ്പോൾ ചണ്ഡിയാഹോമം ആണെങ്കിൽ പോലും ഞാൻ വളരെ ലൈറ്ററായിട്ട് കാണുന്ന ഒരാളാണ്. കാരണം സാക്ഷാൽ ഭഗവതി പ്രസീതയാവുന്ന ഭഗവതിക്ക് നിവേദ്യം കൊടുക്കുന്നു എന്നൊരു സങ്കല്പമേ ഉള്ളൂ. ഇത് മനഃശാന്തി ദേദോ ഭഗവൻ എന്ന് ഞാൻ ഭജന കേട്ടോണ്ടിരിക്കുക. ഭജന കേട്ട് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് അപ്പോൾ ഞാനിങ്ങനെ, അപ്പോൾ പലരും ഇങ്ങനെ വന്ന് പല പല കാര്യങ്ങളാണല്ലോ. ചിലർ വന്ന് ആസ്ട്രോളജിയുടെ കാര്യങ്ങൾ ചോദിക്കും, ചിലർ വന്ന് സാറേ ജീവിതം രക്ഷപ്പെടുന്നില്ല എന്തെങ്കിലുമൊക്കെ പറയൂല. അവർക്ക് നമ്മൾ ഒരു റെമഡിയും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ കേട്ടാൽ മതി. ഞാൻ നോക്കിയപ്പോൾ ഈ ഭജന പാടിക്കൊണ്ടിരുന്നവരിൽ 5 പേരെ ഉപേക്ഷിച്ച് ഒരു ഇന്നോവ അങ്ങ് പോയി കഴിഞ്ഞു. ഇന്നോവ പോയി. അപ്പോഴാണ്, അപ്പോൾ ഞാനിങ്ങനെ ഇതൊക്കെ വളരെ ക്ലോസ് ആയിട്ട് ഇങ്ങനെ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പറഞ്ഞത് അവൾ പാടിയപ്പോൾ ഞാൻ ശ്രുതി ഇട്ട് കൊടുത്തില്ലെന്ന് പറഞ്ഞ് അവൾ എന്നെ കേറ്റാതെ പോയതാ ഇന്നോവയിൽ. ഇതിനെതിരെ നമുക്ക് പ്രതികരിക്കണം. ഇതിനെതിരെ കമ്മിറ്റിക്കാരെ വിളിക്കണം, അടുത്ത വണ്ടി വിളിക്കണം. അത് അവർ ഇന്നോവ പോയെങ്കിൽ നമുക്ക് ഇന്നോവ ക്രിസ്റ്റയിൽ പോകണം. ഇതിന് ഈ മനഃശാന്തി ദേദോ ഭഗവാൻ എന്ന് പറയുന്ന ഇതൊന്നും ഇന്ത്യയിലല്ല കേട്ടോ, ഇതൊക്കെ ആഫ്രിക്കയിലൊക്കെ ഉള്ളവരെ കാര്യമാണ്. എന്നീ എന്നിട്ട് വേണം ഇതൊക്കെ കേട്ടിട്ട് എൻ്റെ തലയിൽ പൊങ്കാല ഇടാൻ വരാൻ. അതായി ഇതൊക്കെ കേട്ടിട്ട് ആചാര്യനാണ് അത്ര ആചാര്യൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ എൻ്റെ തലയിലോട്ട് അല്ലേ? അതാണ് അതിൻ്റെ ഒരു സത്യത്തിന്റെ മുഖം. അതുകൊണ്ട് സത്യത്തിന്റെ മുഖം ഈ നമ്മളിത് പറയുന്നത് കൊണ്ട് പലപ്പോഴും നമ്മൾ പറയും ഈ എന്തോ കണ്ണിലെ കരട് പോലെ തോന്നും. പക്ഷെ ഇതാണ് അതിന്റെ സത്യം. നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നു. എന്താ ഗുരുവായൂർ അമ്പലം തീർത്ഥാടനമാണോ ടൂറാണോ?
അങ്ങനെ ആക്കുന്നുണ്ട് ഇപ്പൊ തീർത്ഥാടനം എന്നുള്ള രീതിയിൽ. തീർത്ഥാടനം വന്ന ഇപ്പോൾ ഗുരുവായൂർ അമ്പലം അമ്പലമാണല്ലോ, അതെ. ഹണിമൂൺ സ്പോട്ട് അല്ലല്ലോ. അല്ല. അല്ലല്ലോ, അതിലുറപ്പാണല്ലോ. ആ. ഗുരുവായൂർ അമ്പലത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പുകൾ പറയൂ, എന്തൊക്കെയാണ് തയ്യാറെടുപ്പുകൾ? എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാം ഉദ്ദേശിക്കണം. ഞാൻ പറയാം. 2 ദിവസം മുമ്പ് മുടി ഷാമ്പു ചെയ്യാൻ പോകണം, സ്പാ ചെയ്യാൻ പോകണം, മുടി ത്രെഡ് ചെയ്യാൻ പോകണം, മുടി പറ്റിയാലൊന്ന് ഫേഷ്യൽ ചെയ്യണം. പിന്നെ ഒരു കേരള സാരി വാങ്ങിക്കൽ ഒരു പർച്ചേസ് ഉണ്ട്. ഒരു കേരള സാരി പർച്ചേസ്, അത് നാട് മുഴുവനുള്ള എല്ലാ ഷോപ്പും നടന്ന് പർച്ചേസ് ചെയ്യുന്നു. പിന്നെ ജാക്കറ്റ് തുന്നിക്കലായി. അതിൽ മയില് വയ്ക്കണോ, കുയില് വയ്ക്കണോ, കണ്ണാടി വേണോ, അത് പപ്പടം പോലെ പൊള്ളിയിരിക്കണോ, പരന്നിരിക്കണോ, എവിടെയാ പോണത്? എവിടെയാ? ഗുരുവായൂർ തീർത്ഥാടനത്തിന്. എന്തിനാ പോണത്? തീർത്ഥാടനത്തിന്. നാമജപത്തിനാണേ പോകുന്നത്. ആണേ. ഇനി ഇത് ഇത്രയും ആയെന്ന് വെച്ചോളൂ. അപ്പോഴാണ് തോന്നുന്നു, കുയിൽ വെച്ചത് ശരിയായില്ല. കുയിലിന് കണ്ണിൽ ഒരു മഞ്ചാടി കുരുകൂടി വെച്ച് കൊടുക്കാം. ഗുരുവായൂരപ്പന് മഞ്ചാടി കുരു ഇഷ്ടമുണ്ടല്ലോ, അതുകൊണ്ട് ഈ മയിലോ കുയിലോ കയ്യിലോ അത് വെച്ചു. എന്നിട്ടോ പോകുന്ന എങ്ങനെയാ? നമ്മൾ സാധാരണ നമ്മൾ ഈ ആചാര്യൻ എന്നുള്ള നിലയിൽ ഞാൻ പറയും, ഗുരുവായൂർ പോകുമ്പം പറ്റുമെങ്കിലും ഒരു 9 തവണയെങ്കിലും നാരായണീയം ഒന്ന് വായിച്ചു തീർക്കണം. ഒരു പ്രിപ്പറേഷൻ വേണം, മനസ്സിന് ആ ചൈതന്യത്തെ ഉൾക്കൊള്ളാനുള്ളൊരു പ്രിപ്പറേഷൻ വേണം. പറ്റുമെങ്കിൽ ഒരു 1008 നാരായണനാമം ജപിക്കണം. പറ്റിയാൽ വ്രതശുദ്ധിയോടുകൂടി ഭാഗവതമോ ഭഗവത്ഗീതയോ പഠിക്കണം. ഒന്നുമില്ലെങ്കിലും നാരായണ 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 എന്ന് ജപിക്കണം. ഒരിക്കൽ ഉണ്ണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 നേരം വർഷത്തിൽ 365 ദിവസം ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഒരു റെസ്റ്റും ഇല്ല. ആണേ, ഒരു റെസ്റ്റും ഇല്ല. അതിങ്ങനെ മെഷീൻ നമ്മൾ തന്നെ വീട്ടിലെ മിക്സി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിർത്താതെ ഇങ്ങനെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്നാൽ എന്താവും? 365 ദിവസവും. അപ്പൊ അതുകൊണ്ടാണ് പണ്ടുള്ള ആളുകൾ ഏകാദശി നോക്കണം, പ്രദോഷം നോക്കണം, ഷഷ്ടി നോക്കണം. നമ്മൾ ഈ ഒരിക്കൽ ഉണ്ണുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? സാറേ ഒരിക്കലും ഉണ്ണട്ടെ, ഒരിക്കലും ഉണ്ട. എന്തോ കഴിച്ചേമ്മേ? രാവിലെ 3 കുറ്റി ഗോതമ്പ് പുട്ട് കഴിച്ചു സാറേ, 11 മണിക്ക് 1 കപ്പ് ഓട്സ് കുടിച്ചു, പിന്നെ അത് കഴിഞ്ഞപ്പം 2 ഏത്തപ്പഴം കഴിച്ചു സാറേ, ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടില്ല, സത്യത്തിലൊന്നും കഴിച്ചിട്ടില്ല. 3 മണിയായപ്പം 2 ഇളനീർ ഷേക്ക്, 1 ഇളനീർ ഷേക്കും 1 ഇളനീർ അടിച്ചതും കഴിച്ചു. കുഴപ്പമുണ്ടോ സാറേ? വൈകുന്നേരം ഇനി റവ കാച്ചി കുടിക്കണം, രാത്രി 2 കപ്പ് ഉപ്പുമാവ് കഴിക്കണം, ചോറേ തൊട്ടിട്ടില്ല സാറേ, രാത്രി കിടക്കാൻ നേരത്തെ 2 ആപ്പിൾ കൂടെ കഴിക്കുന്നതിൽ കുഴപ്പമുണ്ടോ? ഇത് ഒരിക്കൽ ഊണിനെ കുറിച്ച് ഒരു സംശയം ചോദിച്ചതാണ്. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഈശ്വര, ഇത് വെളുക്കാന്ന് വെച്ചത് പാണ്ടായതുപോലെ ആയല്ലോ ദേവി മഹാമായേ. മറ്റേത് ഒരിക്കൽ ഉണ്ണാൻ പറഞ്ഞാൽ ഉച്ചയ്ക്ക് കുറച്ച് ചോറുണ്ണും കഴിയും. ഇതിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഏതാണ്ട് 4 ആപ്പിളും 2 പഴവും 2 കപ്പ് ഉപ്പുമാവും 2 കുറ്റി ഗോതമ്പ് ഓട്സും ഗോതമ്പ് പുട്ടും. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല അമ്മേ, ഒരിക്കൽ നടക്കണ്ട അമ്മ, ഉണ്ടില്ലല്ലോ. വലിയ സന്തോഷം. നമ്മളിതിൻ്റെ പുറകിലുള്ള ഒരു സയൻറ്റിഫിക് സാധനം പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണ് ഇത് പറ്റുന്നത്. ഇനി ഈ ഗുരുവായൂർ പോകുന്ന ഈ ജപമൊന്നുമില്ല. ഇനി ഗുരുവായൂർ ചെന്നാലോ, ഈ ട്രെയിനിലിരുന്ന് അങ്ങോട്ട് റെയിൽവേ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന തൊട്ട് സെൽഫി തുടങ്ങും. ക്ലിക്ക് ക്ലിക്ക്. ഗുരുവായൂരപ്പൻ്റെ സെൽഫി അല്ല, നമ്മുടെ സെൽഫി. ഈ സെൽഫി അല്ല, അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് അവിടെ നിന്ന് 4 സെൽഫി എടുത്തിട്ട് ഇൻസ്റ്റയിൽ നോക്കും. രാഗേന്ദു അവള് കണ്ടിട്ട് എനിക്കൊരു ലൈക്കും അടിച്ചില്ല, റീമെൻഷനും ചെയ്തില്ല, വരട്ടെ അവളുടെ ഫാഷൻ ഷോ ഇപ്പം ഞാൻ റീമെൻഷൻ ചെയ്യാം, വരട്ടെ ഇപ്പം ഞാൻ അവൾക്ക് അടുത്ത ഇൻസ്റ്റയിൽ. മനസ്സിനെ നമ്മൾ സന്തോഷിപ്പിക്കുന്ന വഴിയാണ്. അടുത്ത് കുറച്ചുകൂടെ പ്രായമായവർക്ക് FB നോക്കും. ഓഹോ, രാധക്കുഞ്ഞമ്മേരെ മോൻ കണ്ടിട്ടുണ്ട്, പക്ഷെ കാണാത്ത പോലെ പോയി ലൈക്ക് അടിച്ചിട്ടില്ല, വരട്ടെ അവൻ്റെ അമ്മൂമ്മയുടെ കല്യാണ വാർഷികം ഇട്ടുകൊണ്ട് വരട്ടെ, ഞാനും തിരിച്ചു ചെയ്യത്തില്ല. ഇതെല്ലാം കഴിഞ്ഞ് നേരെ ഗുരുവായൂരേക്ക് ചെന്നിറങ്ങിക്കഴിഞ്ഞാലോ നമുക്ക് ക്ഷീണമാണ്, സർവത്ര ക്ഷീണമാണ്. ചെന്നാൽ ഓട്ടനെ ആ കൗസ്തുഭത്തിലോ കൃഷ്ണായനിലോ എവിടെയെങ്കിലും ദാ കിടക്കുന്നു എന്ന് പറഞ്ഞൊരു കിടപ്പാണ്. ഗുരുവായൂരപ്പൻ 2 മണിക്ക് ഉണർന്നാലെന്ത്, ഉറങ്ങിയാലെന്ത്. പിന്നെയോ രാവിലെ ഇനി അടുത്ത് പോട്ടെ, നിർമ്മാല്യം തൊഴാൻ പറ്റിയില്ല, വാക ചേർന്ന് നിർമ്മാല്യവും പറ്റിയില്ല, ഉച്ചപൂജയെങ്കിലും തൊഴണോ? രാവിലെ എഴുന്നേറ്റ് അങ്കച്ചമയം തുടങ്ങും. ത്രെഡ് ചെയ്ത ശരിയായില്ല, ആദ്യം അവൾക്ക് 2 കൂറ്റം. അവൾ ഈ പുരികം വരച്ചു വച്ചിരിക്കുന്ന പോലല്ലേ ഇത് വരച്ചത്, ഇവളുടെ കണ്ണ് എവിടെ ഇരിക്കുന്നത്, ശരിയായില്ല. അവളുടെ പല തവണ പറഞ്ഞതാണ്, കണ്ടില്ലേ, ഒരു ഇതുമില്ല, ഫേഷ്യലും ശരിയായില്ല, ഞാൻ കുറച്ച് മങ്ങിപ്പോയി. ഈ അംഗചമയങ്ങളൊക്കെ ഇട്ട്
ഒരു 12 സെൽഫി എടുത്തിട്ട് പറയും വിശക്കണ ആര്യനിവാസിൽ നിന്ന് ദോശയൊക്കെ കഴിച്ചിട്ട് പോവാം. പോണത് ഈ 200 കിലോമീറ്ററും താണ്ടി ഗുരുവായൂരപ്പനെ കാണാനാണ്. ചെന്ന് ദോശ കഴിച്ചു. അപ്പോൾ പറഞ്ഞു നട അടച്ചു. കുഴപ്പമില്ല, നട അടച്ചല്ലോ, 2 സെൽഫി എൻ്റെ ഫ്രണ്ടിലായിട്ട് എടുക്കാം. ഇല്ല, ഇനി നട അടച്ചില്ല എന്ന് വെക്കൂ. അകത്തോട്ട് ആ ക്യൂവിൽ നിൽക്കുമ്പോൾ തുടങ്ങും. ഫ്രണ്ടിൽ നിൽക്കുന്നതിൻ്റെ ബ്ലൗസ് നോക്ക്, പിറകെ യു കട്ട്. ഓ ഇത് കുറച്ച് അധികമാണേ, ഈ ഫാഷൻ കുറച്ച് അധികമാണേ. ഇതോ കേശാദിപാദം വലിച്ചു തുറന്നു വിട്ടേക്കുന്നു. ഇത് എവിടെ ചെന്ന് നിൽക്കും? ഇത് പറയുന്നത് ആരും പുരുഷന്മാരല്ല എന്ന് മനസ്സിലാക്കണം. ഇത് പറയുന്നത് മുഴുവൻ സ്ത്രീകളാണ്. സ്ത്രീകളെന്ന് പറയുന്നില്ല, ഈ ഭക്തജനങ്ങളാണ്. അവളെ യു കട്ട്, അതിൻ്റെ മോളിൽ കൂടെ ചെമ്പട്ട നിറത്തിൽ തലമുടി, അപ്പുറത്ത് നീല കളർ തലമുടി. ഇവളാര് ശ്രീകൃഷ്ണൻ്റെ അനിയത്തിയോ? അവളെ കേള്, അവളാര് ശ്രീകൃഷ്ണൻ്റെ ചേട്ടത്തിയോ? ഇതായി അവിടെ. അവിടെ ഗുരുവായൂർ തീർത്ഥാടനത്തിന് പോകുന്നതാ. അവിടെ കൊണ്ടും തീർന്നില്ല. അവളെ പെർഫ്യൂമിൻ്റെ മണം ഏത് ബ്രാൻഡോ എന്തോ, വശ്യഗന്ധിയൊക്കെ ആയിരിക്കും. എന്തോ ആയിക്കോട്ടെ. അത് കഴിഞ്ഞാലോ ഇവിടെ ഇന്ന് ഇടിയും തള്ളുവാണ്. ആ ക്യൂവാ മുഴുവൻ. മറ്റേവരെ കമ്മൽ കൊള്ളാം, ഇതെവിടെ നിന്ന് വാങ്ങിച്ചോ എന്തോ. ഇതെല്ലാമാണ് നോക്കുന്നത്. നാരായണനാമം ജപിക്കില്ല. നാരായണീയത്തിലെ ഒരു ശ്ലോകമെങ്കിൽ ഒരു ശ്ലോകം അത് ജപിക്കില്ല, ഒരു ഉദാഹരണത്തെ ജപിക്കില്ല. ജ്ഞാനപാനാന്ന് ചോദിച്ചാൽ നെല്ലവിക്കുന്ന പാനീയൊന്നും ചോദിക്കാം. അതുകൊണ്ട് ഞാനത് എന്നിട്ട് ഇവിടെ നിന്നോ നേരെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു മായ കണ്ണാടി വെച്ചിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ്റെ ഫ്രണ്ടിൽ ഒരു മായ കണ്ണാടി. അങ്ങോട്ട് പോകുമ്പോൾ ഹായ്, വാവ്, ബ്യൂട്ടിഫുൾ. ആ കണ്ണാടിയെ നോക്കി നമ്മുടെ ഒരു ഒരുക്കമുണ്ട്. ഒരുക്കി കഴിയുമ്പോഴാണ് ഒയ്യോ നട എത്തിയില്ല, അങ്ങോട്ടൊരു ചാട്ടം. പോട്ടെ 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 പോട്ടെ. അപ്പോഴേക്കും പോകാനുള്ള സമയമായി. തിരിഞ്ഞറിയുന്നത് എവിടെ ഗുരുവായൂരപ്പൻ എവിടെ ഇരുന്നത്? കാരണം അത് കാണാനുള്ള സമയമില്ലല്ലോ. ഒരു 30 സെക്കൻഡേ ഉള്ളൂ. ആ മായ കണ്ണാടി നോക്കി വാ വണ്ടർഫുൾ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കമന്റ് അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്നിട്ട് ഗുരുവായൂർ ചെന്ന് ആ ഭഗവാനെ 1 മിനിറ്റാണ് നമുക്ക് ആകെ കാണാൻ കിട്ടുന്നത്. 1-1.5 മിനിറ്റ് കിട്ടുന്നു, പരമാവധി 1 മിനിറ്റ്, 30 സെക്കൻഡ്, 35 സെക്കൻഡ്. ഈ സെക്കൻഡ് മുഴുവൻ ആ കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ടോ അവിടെ നിന്ന് അപ്പുറത്തിറങ്ങി ഗുരുവായൂരപ്പനെയും കാണില്ല. ആ ചൈതന്യം എന്താണെന്നോ, ആ ചൈതന്യത്തെ ഒരു ഫോട്ടോ ക്ലിക്ക് കൊണ്ട് കണ്ണിലേക്ക് ഒന്നാവാ. ഇതൊന്നുമില്ല വിഷയം. നേരെ എന്തോ ചെയ്യും? നേരെ അപ്പുറത്ത് ചെന്ന് നിൽക്കും. അപ്പുറത്ത് നിന്ന് ഇവിടെ എവിടെയോ ഒരു താമര കണ്ണ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞല്ലോ, ഉണ്ടോ ഇല്ലേ? ആ മാനത്ത് മുഴുവൻ ഇങ്ങനെ ചുറ്റി നോക്കും. ഇവിടെ എവിടെയോ ഉണ്ടെന്ന് കേട്ടോ. ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ട്. അവിടെ നിന്ന് നേരെ പുറത്തോട്ടിറങ്ങി ടിങ്, അടുത്ത സെൽഫി, ഇപ്പുറത്ത് അടുത്ത സെൽഫി. ഈ സെൽഫി എടുക്കലും ഇതുമല്ലാതെ ജെനുവിനായിട്ട് എത്ര തീർത്ഥാടനം എന്ന് പറയുന്ന സങ്കല്പത്തിൽ എത്ര ഇതൊന്നും വേണ്ടെന്ന് പറയുന്നില്ല. സെൽഫി എടുക്കണം, ബാക്കിയുള്ള എല്ലാ അലങ്കാരങ്ങളും വേണം, അംഗചമയങ്ങൾ വേണം, എല്ലാം വേണം. പക്ഷേ ബേസിക് പർപ്പസ് അവിടെ പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. ഭഗവാനെ കാണാനുള്ള ഒരു പർപ്പസ്, ബേസിക് പർപ്പസ് അവിടെ ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു കൺസേൺ. ആ ഭഗവാനെ കാണാനായിട്ട് പോകുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് തയ്യാറെടുപ്പുകൾ എവിടെ വ്രതശുദ്ധി, എവിടെ നാമജപം, എവിടെ മനസ്സും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച ശമക്കായി വളരെ എന്താ പറയുന്നത് ഒതുക്കത്തിൽ എവിടെ സംസാരം, ഇതൊന്നുമില്ല. അവിടെ നിന്ന് പുറത്തോട്ടിറങ്ങുമ്പോഴേക്കും പറയും, പുറത്തോട്ടിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വിശന്നിട്ട് വയ്യ, ആര്യനിവാസിലോട്ട് പോവാം. നേരെ ആര്യനിവാസിലോട്ട് പോകും. പിന്നെ നേരെ മുറിയിൽ വന്ന അനന്തശയനമാണ്. പള്ളി കൊള്ളി ഇടുന്നു, നിൻ പാർശ്വയുഗ്മത്തെ കണ്ടു എന്ന് പറഞ്ഞാൽ പിന്നെ ഈ അനന്തശയനം എണീക്കണമെങ്കിൽ വൈകുന്നേരം ആവണം. വൈകുന്നേരം എണീറ്റ് പറയും. പിന്നെയോ ഈ നാട്ടിൽ കിടക്കുന്ന പപ്പടം, അച്ചാറ്, കൊണ്ടാട്ടം, മുളക്, നമ്മൾ വിചാരിക്കും ഇതൊന്നും ഇല്ലാത്തൊരു ദേശത്ത് നിന്നാണോ വരുന്നത്. ഓടി നടന്ന് ഇതെല്ലാം വാങ്ങി ഗുരുവായൂരപ്പനെ കാണാൻ വന്നതാ. എന്നിട്ടോ ഇതിന് മാച്ച് പോരാ, ഈ കല്ലമാല മാറ്റിയിട്ട് അടുത്ത തുറന്ന വിടാം. ഇത് വൈകുന്നേരം സബ്സ്റ്റിറ്റ്യൂട്ട്, ഇത് വാങ്ങിക്കും, ഇതെല്ലാം വാങ്ങിക്കും. ഇതെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞ് 2 പ്ലാസ്റ്റിക് കുടം കൂടെ കിട്ടിയാൽ സന്തോഷമായി. പണ്ട് ഉറൂശി ഏതോ ഒരു സിനിമയിൽ വരുമല്ലോ, ഈ മഴവിൽ കാവടിയാണെന്ന് തോന്നുന്നു, പഴയ ജയറാമിൻ്റെ ഒരു സിനിമയുണ്ട്. തലമുടിയൊക്കെ ഇങ്ങനെ പിന്നിട്ട് 2 പ്ലാസ്റ്റിക്, ഒരു കയ്യിൽ മഞ്ഞക്കുടം, ഒരു കയ്യിൽ പച്ചക്കുടം. ഗുരുവായൂരിൽ നിന്ന് വരുന്ന പറ്റുകയാണെങ്കിൽ അവിടെ എവിടെ എന്തെങ്കിലും റോഡ് സൈഡിൽ നിന്ന് ഒരു കൃഷ്ണനെ കൂടെ വാങ്ങിക്കും. കൃഷ്ണനെ അടുത്ത് സ്വാമിയേ അയ്യപ്പോ എന്ന് പറഞ്ഞ തലയിൽ വെച്ച്. ഇതാണ് നമ്മുടെ തീർത്ഥാടനത്തിന്റെ. നമ്മുടെ നാട്ടിലല്ല ഇത് എടുത്ത് പറയണത്, കട്ട് ചെയ്യരുത്. എന്നിട്ട് വേണം നാട്ടിലുള്ള എല്ലാരും കൂടി എന്റെ തലയിൽ പൊങ്കാല ഇടാൻ. പക്ഷെ അപ്പൊ അത് പൊങ്കാല ഇടുന്നത് അവർക്ക് ഉള്ളിൽ കൊള്ളുന്നോണ്ടായിരിക്കും. എന്റെ പൊന്നു, കൊണ്ട് ഏറ്റവും അവസാനം എനിക്കൊന്നും ബാക്കി കാണില്ല. അതാ ഇത് മാറണം എന്നേ ഞാൻ പറയുന്നുള്ളൂ. അത് ഈ ഒരു സമ്പ്രദായം മാറണം.
അവിടെയാണ് റെവല്യൂഷൻ സംഭവിക്കേണ്ടത്. അല്ലാതെ 8 കുറിയുടെ മുകളിൽ 4 കുറി കൂടെ ഞാൻ നീട്ടി വരച്ചിട്ട് കാര്യമൊന്നുമില്ല. അടിസ്ഥാനപരമായി എന്തിനാണ് ഏതിനാണെന്നുള്ളത് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. അത് തിരിച്ചറിയാൻ പറ്റുന്നിടത്താണ് യഥാർത്ഥത്തിലുള്ള ഈ ഭക്തി എന്ന് പറയുന്നത്. നമുക്കൊക്കെ സങ്കടം വരുമ്പോൾ മാത്രമാണ് യഥാർത്ഥ ഭക്തി ഉള്ളത്. ആരെങ്കിലും ആശുപത്രിയിലാണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസ്ഡ് ആണെങ്കിൽ ഭഗവാനേ കൃഷ്ണ, ആ വരുന്ന കണ്ണീര് വളരെ തെളിഞ്ഞതാണ്. ബാക്കിയുള്ളതൊക്കെ ഐലൈനർ മാക്കിൻ്റെ ഐലൈനറാണ് ഈശ്വര, 2300 രൂപ കൊടുത്ത് വാങ്ങിച്ച ഐലൈനറാണേ ഗുരുവായൂരപ്പ, ഇത് കണ്ണൊന്ന് തുടയ്ക്കാന്ന് വെച്ചാൽ വേണ്ട, മെബ്ലിൻ്റെ മറ്റേ മസ്കാരയാണേ ഭഗവാനെ, ഇതൊന്നും കളയാനില്ല. ഇത് ഇങ്ങനെ ഈ ഒരു സമ്പ്രദായം മാറണം. മെബ്ലിനോ മാക്കോ സൗകര്യം പോലെ എന്തും നമുക്ക് ഉപയോഗിക്കാം. ശരീരം അല്ലയോ കൗന്ദേയ, ഇത് ശരീരം, ഇത് ക്ഷേത്രമാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. അപ്പം അലങ്കാരങ്ങളും ചമയങ്ങളും ഒക്കെ വേണം, ഒക്കെ ആവാം. പക്ഷേ അടിസ്ഥാനപരമായ പർപ്പസ് മറക്കുമ്പോഴാണ് ആചാര്യ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ശരി, സത്യമാണ്. സത്യം പറഞ്ഞാൽ കുറെ നേരം ചിരിക്കാൻ പറ്റിയെന്നുള്ളത് ഇതൊക്കെയാണ് ഇതിന്റെ ഇത് അതാ നടക്കുന്നത്. ശരിക്കും എനിക്ക് തോന്നുന്നു ഭക്തി ഉണ്ടോന്ന് ചോദിച്ചാൽ ആൾക്കാർക്കുണ്ട്. പക്ഷെ ഭക്തി ഇപ്പൊ വേറെ തലത്തിലാണ് ആൾക്കാർ കരുതുന്നത്. ഭക്തി ഇല്ല എന്നൊന്നും പറയില്ല. പക്ഷെ ഭക്തിയേക്കാൾ ഉപരി എവിടെ ചെന്നാലും നമ്മൾ കാണുന്നത് ഇൻസ്റ്റാ റീല് പറ്റുമോ. ഇവിടെ നിന്നാൽ ഗുരുവായൂരപ്പനെ ഇങ്ങനെ തൊഴുതാൽ ക്യാമറ എടുക്കുന്നവന് ഇൻസ്റ്റാ റീല് പറ്റൂല. അതുകൊണ്ട് ഗുരുവായൂരപ്പ പൊസിഷൻ മാറ്റി പിടിച്ചു. അപ്പൊ നമ്മൾ നോക്കും ഗുരുവായൂരപ്പൻ അവിടെ എന്റെ ഗുരുവായൂരപ്പ ഇടത്തോട്ട് ഗുരുവായൂരമ്പലത്തിൽ ഫോൺ വാങ്ങിച്ചു വെക്കുന്നത് നല്ല അല്ല. ഇത് ഗുരുവായൂർ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. ഇത് എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ട്. എഴുതി വെക്കും മൊബൈൽ ഉപയോഗിക്കരുത്. കരിക്കകം ക്ഷേത്രത്തിലെ പൊങ്കാല വരുമ്പോൾ തിരുവനന്തപുരത്തെ വളരെ പ്രശസ്തമായ ക്ഷേത്രമാണ്. ഈ സത്യത്തിന് സാക്ഷിയായ ക്ഷേത്രം എന്നാണ് പറയുക. തിരുവനന്തപുരത്തെ വളരെ പ്രശസ്തമായ ക്ഷേത്രമാണ്. കോടതി ഇപ്പം രാജഭരണകാലത്ത് ഈ രാജാവിൻ്റെ കോടതിയിൽ തെളിയിക്കാൻ പറ്റാത്ത കേസുകളും ഇന്നും അങ്ങനെയാണ്. തെളിയിക്കാൻ പറ്റുന്ന അമ്പലമാണ്. അവിടെ രക്തചാമുണ്ഡി എന്ന് പറയുന്ന ഒരു ഭഗവതിയുണ്ട്. അവിടെ ആ ഭഗവതി നട തുറക്കില്ല. നമ്മുടെ നാളും പേരും പറഞ്ഞ് ഭഗവതിയുടെ കാതിൽ പറയുമ്പോഴാണ് ഭഗവതി നമ്മളെ കാണാനൊന്ന് നട തുറന്നു തരിക. ഒരൊറ്റ മിനിറ്റേ ഉള്ളൂ, ഒരൊറ്റ മിനിറ്റും ഇല്ല, അതിനും താഴെ 30 സെക്കൻഡ് തുറന്നു കിട്ടും. ആ തുറന്നു കിട്ടുന്ന സമയത്ത് നമ്മളെ എൻ്റെ മുമ്പിലോട്ട് കൊണ്ട് നിർത്തും, ഭഗവതിയുടെ മുന്നിലോട്ട് കൊണ്ട് നിർത്തും. ഈ ഉത്തിഷ്ട കാര്യത്തിന് എന്തും മനസ്സിൽ വിചാരിച്ചാലെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ ഓമന കുഞ്ഞമ്മയുടെ തെങ്ങ് പട്ട് പോകണമെന്ന് വിചാരിക്കരുത്. ശാരദ കുഞ്ഞമ്മയുടെ ഹീല് ചെരുപ്പൊടിഞ്ഞ് അവർ റോഡിൽ കിടക്കണമെന്ന് വിചാരിക്കരുത്. ഹിതമായിട്ട് എന്ത് വിചാരിച്ചാലും നൽകുന്നൊരു. അപ്പോൾ ഞാനിങ്ങനെ വളരെ ക്ലോസ് ആയിട്ട് ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്യും. ഈ പൊങ്കാലയൊക്കെ ഇടുമ്പോൾ, ഈ പൊങ്കാല ഇടാനൊക്കെ വരുന്നവർ, പണ്ടൊക്കെ ആണെങ്കിൽ പൊങ്കാലയൊക്കെ ഇടാൻ വരുന്നവർ വളരെ ഭദ്രമായിട്ട് വളരെ സന്തോഷത്തോടു കൂടിയൊക്കെ ഈ എന്താ പറയുന്നത്, മൺചട്ടിയിൽ കല്ല് കൂട്ടി പൊങ്കാലയൊക്കെ ഇടുന്ന കണ്ടിട്ടുണ്ട്. അപ്പം ഞാനിത് ഒക്കെ കണ്ടു കഴിഞ്ഞ് ഞാൻ ഹൈവേയിൽ, അപ്പോൾ കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ പൊങ്കാല ഹൈവേയിലൂടെ കുറച്ച് മുന്നിലോട്ട് പോയപ്പം ഒരു ഇന്നോവ കാറിൻ്റെ പിറകെ ഒരു അമ്മ ഇരിക്കുന്നു, ഒരു ലേഡി ഇരിക്കുന്നുണ്ട്. ഒരു സൺഗ്ലാസ് ഒക്കെ വെച്ചൊരു ലേഡി ഇരിക്കുന്നുണ്ട്. ഫ്രണ്ടിലൊരു ഗ്യാസ് സ്റ്റൗ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഗ്യാസ് സ്റ്റൗവിൽ മെയ്ഡ് പൊങ്കാല ഇട്ട് വയ്ക്കുക. മെയ്ഡ് പൊങ്കാല ഇട്ട് വെച്ചപ്പോഴേക്കും അമ്മ ഈ കാറിൽ നിന്ന് ഇറങ്ങി എന്തോ ഒരു കിണ്ടിലൊരു വെള്ളം കൊണ്ട് ക്ലിങ് 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 എന്ന് പറഞ്ഞ് 3 തവണ വെറുതളിച്ചിട്ട് കാറിൻ്റെ അകത്ത് കയറി പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു വാ, വണ്ടർഫുൾ പൊങ്കാലയുടെ. അപ്പോൾ ചോദിക്കും കാലാനുസരമായിട്ട് ഇത് മാറണ്ടേ എന്ന് ചോദിക്കും. പൊങ്കാല ഗ്യാസിൽ ഇടുന്നതിന് വിരോധമില്ല, പക്ഷെ ഞാൻ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ ഇട്, നീ നീ വെക്ക്, അത് തിളയ്ക്ക്. ഞാൻ ടിഷ്യൂ പേപ്പറൊക്കെ എടുത്ത്, ഞാൻ വെറ്റ് ടിഷ്യൂ ഒക്കെ എടുത്ത്, ഞാൻ കൈയൊക്കെ തുടച്ചിട്ട് പൊങ്കാല ആയോ ഓക്കെ കമോൺ. ഞാൻ വിചാരിച്ചു കൊള്ളാമല്ലോ ഇത്. നമ്മൾ ഈ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഭക്തിയുടെ ഡയമെൻഷൻസ് മാറുന്നുണ്ട്. അത് ശരി, ഇത് തെറ്റെന്നൊന്നും പറയാൻ നമുക്ക് പറ്റില്ല. അവരെ സംബന്ധിച്ച് അത് ശരിയായിരിക്കും. 24 മണിക്കൂറും എ സിയിൽ മാത്രം ജീവിക്കുകയും 24 hours അവരങ്ങനെ ഒരു ലക്ഷറി ലാപ്പിൽ വളരുകയും ചെയ്യുന്നവരെ സംബന്ധിച്ച് ചിലപ്പോൾ ഇത് പാടായിരിക്കും. ഇപ്പം നമ്മുടെ നിലയിൽ നിന്നുകൊണ്ട് അവരെ നമുക്ക് അസസ് ചെയ്യാനൊന്നും നമ്മളാണല്ല. പക്ഷെ ഞാൻ പറയുന്നത് ഭക്തി ഇങ്ങനെയും ഉണ്ട് എന്ന് പറഞ്ഞു. പല തരത്തിലാണ് ഇതിന്റെ എക്സ്പ്രഷൻ. അതാ, ഇപ്പൊ നേരത്തെ ഗുരുവായൂർ പോകുന്ന ഭക്തി തെറ്റെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതും ശരിയായിരിക്കാം, അവരുടെ കണ്ണിൽ അതൊക്കെ ശരിയായിരിക്കാം, ഇല്ലേ? ഇനി അവർ മനസ്സുകൊണ്ട് ഞാൻ ഗുരുവായൂരപ്പൻ്റെ ഗോപികയാണ് എന്ന് മനസ്സിൽ വിചാരിച്ച് ഒരുങ്ങുന്നതാണോ എന്ന് ആർക്കറിയാം? നമുക്കറിഞ്ഞൂടല്ലോ. ഭാവമാണല്ലോ പ്രധാനം.
പക്ഷെ ഒരിക്കലും കണ്ടു കഴിഞ്ഞാൽ ഗോപിക പോയിട്ട് ഗോപികയുടെ അമ്മ പോലും ആ ഏരിയയിൽ അടുക്കൂല എന്നുള്ളതാണ് സത്യം. അത് വേറൊരു വശം. അതെ. അപ്പൊ അതുകൊണ്ട് ഓരോരുത്തരുടെ ഭാവമാണ് പ്രധാനം. ഏതാണ്ട് 30 മിനിറ്റ് ആദ്യത്തെ ചോദ്യത്തിൽ പോയി ഇന്ന്. അതെ. പക്ഷെ ഇത് എനിക്ക് ഇത് തോന്നുന്നു ഒരു പോഡ്കാസ്റ്റ് 7 മണിക്കൂറോ 8 മണിക്കൂറോ. പക്ഷെ ഇത് ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കാരണം ഒരു ഒറ്റ ചോദ്യത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ കവർ ചെയ്തു ശരിക്കും. കാരണം എനിക്ക് തോന്നുന്നു ഓരോ ആൾക്കാർക്കും അതെ ചോദിക്കാൻ അതെ, എന്റെ ശവക്കല്ലറയിൽ അടിക്കുന്ന ആണികൾ 5-6 ഞാൻ അടിച്ചിട്ടുണ്ട്. ഇല്ല ശരിക്കും എനിക്ക് പോലും തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. കാരണം നമുക്ക് ഈ ഓരോന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ ആൾക്കാർ അതിനെ ഈ നമ്മുടെ ആചാരങ്ങളുമായിട്ട് അല്ലെങ്കിൽ വിശ്വാസവുമായിട്ട് കണക്ട് ഈ ആളുകൾ ഈ ആചാരനാണ്, നവാഹയജ്ഞം നടത്തും, സപ്താഹയജ്ഞം നടത്തും എന്നൊക്കെ പറയുമ്പോൾ അവർ വിചാരിക്കും ഞാനിപ്പം പറയാൻ പോകുന്ന മുഴുവൻ കട്ട സംസ്കൃതവും ശ്ലോകങ്ങള് അങ്ങോട്ട് മേമ്പൊടിക്ക് അങ്ങോട്ട് ഇത് കൂട്ടുക, അതങ്ങോട്ട് കുറയ്ക്കുക, ഇതങ്ങോട്ട് കൂട്ടുക, ശനിയെ പിടിച്ച് ചൊവ്വയിൽ വെക്കുക, ചൊവ്വയെ പിടിച്ച് വ്യാഴത്തിൽ, ഇതൊന്നും നമ്മുടെ വശങ്ങളല്ല. പ്രേമത്തോടുകൂടി നാമം ജപിക്കുക എന്നുള്ളതാണ് അല്ലേ? അതാണ് ഭക്തി. പ്രേമ സെ ഗാവോ പാവന നാം രാമ രാമ രഘുനന്ദന രാമ, പ്രേമ സെ ഗാവോ പാവന നാം. അത്രേ ഉള്ളൂ. കണ്ടോ 2 പാട്ട് ആൾക്കാർക്ക് കേൾക്കാൻ പറ്റി. അവര് പറയുന്നുണ്ടാവും കണ്ടകത്തിൽ ശനി ഉണ്ടായിരുന്നു സാറേ, ഇതുകൊണ്ട് പകുതി അങ്ങോട്ട് തീർന്നു കിട്ടും. ഇനി ബാക്കി ഓഡിയൻസ് ഒക്കെ നല്ല അതല്ല, ഓഡിയൻസിന്റെ ലൈക്കബിലിറ്റി കൊണ്ടല്ലേ വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആര് കേൾക്കാൻ? അതാ പിള്ളേർ എന്നെ വിചാരിക്കും 5-6 കൊല്ലം കഴിഞ്ഞ് ഇയാൾ പെട്ടി എടുത്തോണ്ട് പോകുമല്ലോ എന്ന്. ഇപ്പൊ ഈ നമ്മളിപ്പോ ആചാരങ്ങളുടെ കാര്യം പറഞ്ഞു ചോദിക്കും. നമുക്ക് ഓരോ അനുഷ്ഠാനം, ഇപ്പം ഷഷ്ടി അല്ലെങ്കിൽ അതുപോലെ ഏകാദശി, ഇങ്ങനെയുള്ള കുറെ വ്രതങ്ങൾ പോലുള്ള കാര്യങ്ങൾ, ശരിക്കും ഇതിന്റെയൊക്കെ ഒരു പിന്നിലെ ഒരു ഇതൊക്കെ ആരോ പറയുന്നത് പോലെ മനസംയമനം, ഇന്ദ്രിയ സംയമനം എന്നൊക്കെ പറയാം ഇല്ലേ? ഈ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷഷ്ടി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ പലപ്പോഴും ആചരിക്കുന്ന ഷഷ്ടി എന്ന് പറയുന്ന ഒരു ദേവതയാണെന്ന് പോലും പലർക്കും ധാരണയില്ല. നമ്മൾ ഷഷ്ടി എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യ നമ, ഓം സ്കന്ധായ നമ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഓടുന്ന കാണാം. വിചാരിക്കും ഈ ഓടം എൻ്റെ പൊന്ന് ദേവി, സുബ്രഹ്മണ്യ ആ വേല കൊണ്ട് ഒരു കുത്തു വെച്ച് കൊടുക്കാതിരുന്ന ഭാഗ്യം എന്ന് നമുക്ക് തോന്നും. കാരണം ഷഷ്ടി എന്ന് പറയുന്ന ഒരു ദേവതയാണ്. ഈ അതായത് ഷഷ്ടി എന്ന് പറയുന്ന ദേവതയെക്കുറിച്ച് ദേവി ഭാഗവതത്തിൽ വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട്. ഷഷ്ടി ഉപാഖ്യാനം എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. അതായത് സത്പുത്ര ഭാഗ്യങ്ങളേകുന്ന ലോകദായി എന്ന് പറഞ്ഞാണ് ആ സ്തുതി തുടങ്ങുന്നത് തന്നെ. മലയാളത്തിലെ സ്തുതിയാണ്. ഈ ദേവി ഭാഗവതം മലയാളവും അതായത് ഭാഷയുമുണ്ട്, സംസ്കൃതവുമുണ്ട്, മൂലഗ്രന്ഥമുണ്ട്. മൂലഗ്രന്ഥം സംസ്കൃതമാണ്. ഞാൻ ഈ പലപ്പോഴും സാധാരണക്കാരായ അമ്മമാർക്ക് പറയും, ഈ കടിച്ചാൽ പെട്ടാത്ത സംസ്കൃതം മനസ്സിലായാലെന്ന് പറഞ്ഞാൽ എന്തോ ദേവി എന്തോ MA MPhil PhD JRF നെറ്റ് ഇൻ സംസ്കൃതം വല്ലതുമാണോ? അല്ല, ദേവി വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അല്ല, എനിക്ക് അറിയാമത്തോണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ദേവീക്ഷേത്ര തിരുമാന്താംകുന്ന് ഭഗവതി MA MPhil PhD നെറ്റ് JRF ഇൻ സാൻസ്ക്രിറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? ദേവിക്ക് സംസ്കൃതം മാത്രമേ മനസ്സിലാവുള്ളൂ എന്ന് എഴുതിയിട്ടുണ്ടോ? അങ്ങനെയൊന്നും ഇല്ലല്ലോ. ആ അമ്മ എന്നല്ല, ലോകത്തിലെ ചരാചരങ്ങൾക്കും അധിപതിയായിരിക്കുന്ന ഭഗവതിക്ക് ഹൃദയത്തിന്റെ ഭാഷയിലുള്ള ഈ ആർക്കും മനസ്സിലാവാത്ത കടുപിടോ എന്ന് കുറെ അവിടെ ചെന്ന് പൊട്ടിച്ചെറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്തെങ്കിലും ആർക്കെങ്കിലും മനസ്സിലാവുമോ? അല്ല, ഞാൻ ചോദിക്കുന്ന കാര്യമാണ്. യസ് യാത് കശ്മി സ്വാഹം സ്വാഹ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അങ്ങോട്ടേക്ക് ഇത് സ്വാഹാമന്ത്രമാണോ ഇത് സ്വാധാമന്ത്രമാണോ എന്ന് തിരിച്ചറിയാതെ അവിടെ ചെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ സംസാരിക്കാൻ പഠിക്കണം. വേറെ ഏതെങ്കിലും ഒരു ധർമ്മത്തിൽ ഈ സംസ്കൃതം വെച്ച് മാത്രം കളിക്കുന്ന ഒരു കളിയുണ്ടോ? ഇല്ലല്ലോ. വെള്ളിയാഴ്ചകൾ പ്രാർത്ഥിക്കുന്നവരായിക്കോട്ടെ, ഞായറാഴ്ചകൾ പ്രാർത്ഥിക്കുന്നവരായിക്കോട്ടെ, ശുദ്ധ മലയാളത്തിലാണ്. മുസ്ലിംസിന് വരുമ്പോൾ അറബിക്കുണ്ട്, അറബുണ്ട്. അറബ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, അറബുണ്ട്. പക്ഷേ വളരെ സെൻസിബിളായിട്ട് ഇതിന് ട്രാൻസ്ലേഷനും ഉണ്ട്. നമുക്ക് പലതിനും ട്രാൻസ്ലേഷനും ഇല്ല. അതുകൊണ്ട് തന്നെ മറ്റു പലരുടെയും പ്രാർത്ഥനകൾ നമുക്ക് പാട്ടുപോലെ തോന്നും അല്ലേ? നമുക്ക് കാരണം അവരതിനെ മലയാളത്തിലോട്ട് പദാനുപദം വിവർത്തനം ചെയ്യുമ്പോൾ അതിനൊക്കെ ഒരു ഫ്രെയിം കിട്ടിയെന്ന് വരില്ല, പക്ഷെ പാട്ട് പോലെ നമുക്ക് തോന്നും. ഇതാണ് അതിനകത്ത് സംഭവിക്കുക. നമുക്കാണെങ്കിൽ ഇപ്പോൾ ലളിതാ സഹസ്രനാമം തന്നെ നമ്മൾ നാമം ജപിക്കുമ്പോൾ എത്ര പേർക്ക് ആ ഭാവബലത്തോടു കൂടി ജപിക്കാൻ പറ്റുന്നുണ്ട്? ആദ്യത്തെ 4 വരി എല്ലാവർക്കും അറിയാം, 8 വരി എല്ലാവർക്കും അത് കഴിഞ്ഞാൽ പിന്നെ കൂട്ടപ്പാട്ടാണ്. പിന്നെ നമ്മൾ ഞെട്ടിക്കൊണ്ട് ഓം ശ്രീ ലളിതാംബികായേ നമഃ, ആ നേരത്താണ് നമ്മൾ പിന്നെ ഞെട്ടി, തീർന്നല്ലേ, സന്തോഷം, ഇപ്പൊ കിണി അടിച്ചങ്ങ് പോവാം. അല്ലാതെ ഇതിന്റെ ഇടയിലുള്ള വല്ലതും അറിയായിരുന്നിട്ടാണോ? അറിഞ്ഞൂടാന്ന് പറയുന്നില്ല, ചുരുക്കം ചിലർക്കറിയാം, കുറെ പേര് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അല്ലാതെ ആ ഭാവബലം എവിടെ? ആ ഭാവം എവിടെ? ഇല്ലേ? ആ ഭാവമാണ് ഞാൻ ചോദിക്കുന്നത്. പ്രേമത്തോടുകൂടി ഇല്ലേ? സിന്ദൂരാരുണ വിഗ്രഹം ധൃനയന മാണിക്യ മൗലീസ്പുരത്. ഇനി ഭാവം എന്ന് പറയുമ്പം ശരി, സാറ് പറഞ്ഞല്ലോ, ഇനി ഭാവന സിന്ദൂരാരുണ മറ്റേ അതല്ല ഞാൻ ഈ ഉദ്ദേശിക്കുന്നത്. ഈ എക്സ്പ്രഷൻ വാരിക്കോരി ഇടാനല്ല ഞാൻ ഈ പറയുന്നത്. ഹൃദയത്തിൽ നിന്ന്
ഓ സാറ് പറഞ്ഞിട്ട് പോയി, ഭാവം കുറച്ചിട്ട് സിന്ദൂര അതാ ഞാനതേ പറയുന്നുള്ളൂ, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അമ്മയോട് തോന്നുന്ന പ്രേമഭക്തിയോട് തോന്നുന്ന ആ ഭാവമാണ്. ആ ഭക്തി എവിടെയെന്നാണ് ഞാൻ ചോദിക്കുന്നത് അല്ലേ. ഇത് നമുക്ക് ഉദാഹരണത്തിന് സിന്ധുരവ്രജ സേവിത. സിന്ധുരവ്രജ സേവിത എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഇരുന്ന് നീട്ടും. കാരണം അടുത്ത വാക്ക് ഒന്നിൽ കണ്ണ് കണ്ടുകൂടാ, കാറ്ററാക്ട് പിടിച്ചിരിക്കുമായിരിക്കും, അടുത്ത വാക്ക് കണ്ടുകൂടാ. അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാ, നമ്മളാണ് സിന്ധൂരവ്രജ സേവിത, അടുത്ത വാക്ക് കിട്ടാത്തത് കൊണ്ടാണ്. ഒന്ന് കണ്ണ് കണ്ടുകൂടാ, രണ്ട് അടുത്ത വാക്ക് വായിക്കാൻ അറിയണ്ടേ, കൂട്ടിച്ചേർത്ത്. അവിടെയും നമ്മൾ മനസ്സിലാക്കാനുള്ളത് സിന്ധുരവ്രജമാണ്, അവിടെ സിന്ധുരം ആനക്കൂട്ടമാണ്, അല്ലാതെ ഈ സിന്ദൂരമല്ല. സിന്ദൂരവ്രജ സേവിത. ഓ ശരി, അയ്യോ അമ്മ എന്തെങ്കിലും പാടിയിട്ട് പോവോ എന്ന് നമ്മൾ പറയും. അത് ആനക്കൂട്ട, അവിടെ ശരിക്കും അർത്ഥത്തിൽ ആനക്കൂട്ടത്താൽ സേവിക്കപ്പെടുന്നവളെ എന്നാണ്. പരിലാളിക്കപ്പെടുന്നവളെ, സേവിക്കപ്പെടുന്നവളെ, അനുഗമിക്കപ്പെടുന്നവളെ എന്നൊക്കെ അർത്ഥം പറഞ്ഞു. ഇതുപോലെ വിദ്യാവിദ്യ സ്വരൂപിണി, ഇവിടെ ഇരുന്ന് പാട്ടാണ് വിദ്യ വിദ്യ. നമുക്ക് തോന്നും ടേക്ക് കെയർ, വിദ്യയും അവിദ്യയുമാണത്. വിദ്യ അവിദ്യ സ്വരൂപിണിയാണ്. പക്ഷെ പലതും പറയാൻ പറ്റുമോ? അവിടെ ഓമന കുഞ്ഞമ്മയും സംഘവും നയിക്കുന്ന ലളിതാ സഹസ്രനാമ ഗാനമേള നടക്കൂല്ലേ? നമുക്ക് ആരുടെങ്കിലും പറഞ്ഞാൽ എൻ്റെ കാര്യം തീർന്നില്ലേ? ഗുരുജി അനുഗ്രഹിക്കണം. ഓ ഗുരുജിയുടെ എല്ലാ അനുഗ്രഹവും ഉണ്ട്. വീണ്ടും നമ്മൾ ഷഷ്ടിയിലോട്ട് വരുമ്പോൾ, ഷഷ്ടി എന്ന് പറയുന്ന ഈ ദേവതയാണെന്നും അത് മക്കളുടെ സത്പുത്ര ഭാഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നതാണെന്നുമാണ് വിശ്വാസം. പക്ഷേ ദൈവത്തിനാണ് നമ്മൾ ഇപ്പൊ ഞാൻ ഷഷ്ടി ദേവി എന്ന് പറയുന്ന ഒരു ദേവതയുണ്ട്. ആ ദേവതയ്ക്കാണ് നമ്മൾ ഇല്ലേ, സ്കന്ദപത്നിയായ ഷഷ്ടി ദേവിക്കാണ് നമ്മൾ സ്കന്ദഷഷ്ടി എന്ന് പറയുന്ന വലിയ എല്ലാ ഷഷ്ടികളും സ്കന്ദഷഷ്ടിയാണ്. പക്ഷേ സ്കന്ദഷഷ്ടി എന്ന് പറഞ്ഞ ഒരു വലിയ ഷഷ്ടി വലിയ ഒരെണ്ണമുണ്ട് ഇല്ലേ. ഈ ഷഷ്ടി ദേവതയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കാതെ സുബ്രഹ്മണ്യായ നമ എന്ന് പറഞ്ഞിട്ട്, ഇപ്പൊ രാമേന്ദ്രൻ നായർ അയക്കേണ്ട കത്ത് കാർത്യായനി അമ്മ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ട് ഇത് കാർത്യായനി അമ്മയ്ക്ക് കിട്ടുന്നില്ലേ, എനിക്ക് ഫലം കിട്ടുന്നു. ഇത് ഫലം കിട്ടിയില്ലെങ്കിലും കുറ്റം മുഴുവൻ ആർക്കാണ്? അവിടെ ഇരിക്കുന്ന ഭഗവാനാണ്. ഓ എന്തോ 13 ഷഷ്ടി എടുത്ത് എനിക്ക് ഇന്ന് വരെ ഒരു ഗുണവും ഉണ്ടായില്ലേ, ഓ വേലും പിടിച്ചോണ്ട് അവിടെ ഇരിപ്പുണ്ട്. കുറ്റം അവിടെയാണ്. ഈ ഇംഗ്ലണ്ടിൽ നമ്മൾ പേരെഴുതുമ്പോൾ നമ്മൾ മാറിപ്പോകുന്നത് നമ്മൾ തിരിച്ചറിയണ്ടേ. അവിടെയാണ് ഞാനീ പറയുന്നത് സനാതനധർമ്മം. ഇതിനെ ഈ സനാതനമായ ധർമ്മത്തെയും വിശ്വാസങ്ങളെയും പറഞ്ഞ് കോംപ്ലിക്കേറ്റ് ചെയ്യരുത്. പറഞ്ഞ് കോംപ്ലിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് പലതും ജനങ്ങളിൽ നിന്ന് മാറുന്നത്. ഞാനിപ്പോൾ ഇത് പറയാതെ ഷഷ്ടി എന്ന് പറയുന്ന ഒരു ദേവതയുണ്ടെന്നും അതിന് പ്രത്യേക ഒരു സ്തുതി ഉണ്ടെന്നും ആ ഓം ഷഷ്ടി ദേവിയെ നമ എന്നാണ് ജപിക്കേണ്ടതെന്നും ഷഷ്ടി സ്തോത്ര ജപത്തിന് 6000 ജപസംഖ്യ എന്ന് ഞാനിത് പറയാതെ ഇതം ഷഷ്ടി സ്തോത്രം ഇതം പുണ്യം യത് പഠേ സന്നിധോ ദുരിത വ്യാപ്നോതി എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഈ കേട്ടുകൊണ്ടിരിക്കണമെന്ന് പറയോ, അപ്പോൾ സ്വാമി എന്തോന്നൊക്കെയോ കടുകടാന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അയ്യോ എൻ്റെ പൊന്നു സ്വാമി എന്നെ രക്ഷിക്കണേ. വലിയൊരു സ്വാമിയാണല്ലേ. അതായത് ഈ നമ്മളെ സ്വാമിയായിട്ട് അംഗീകരിക്കണമെങ്കിൽ എന്തോ വേണം? ഇതൊന്നും പറ്റൂല. ഈ അജ്രക്കൊന്നും ഇട്ടോണ്ട് വന്നാൽ പറ്റൂല. കാഷായ വസ്ത്രമൊക്കെ വേണം, ഒരു 8-10 മാലയൊക്കെ ഇട്ട് വന്ദേ നമസ്കൃതം എന്ന് പറഞ്ഞ് വേണം അങ്ങോട്ട് തുടങ്ങാൻ. പിന്നെ ആർക്കും മനസ്സിലാവാത്ത കുറെ വേദാന്തവും പറയണം. ഇപ്പം ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ച് പറയും. കുട്ടി സംസാരിക്കുന്നത് ഇടയും പിങ്കളയും ചേർന്ന് സുഷുപ്ന നാഡികൾ സഹസ്രാരം വിരിഞ്ഞ് ആനന്ദപത്മം വിടർന്നവർക്കുള്ള അവസ്ഥയെക്കുറിച്ചാണെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ സ്വാമിയായിട്ട് അംഗീകരിക്കുള്ളൂ. ഇല്ലാതെ ഇതൊന്നും പറയുന്നും നമ്മൾ അങ്ങനെ ആയിപ്പോയി. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ പോലും വിചാരിച്ചിരുന്ന ഷഷ്ടി എന്നത് സുബ്രഹ്മണ്യനും. അയ്യോ ഇതുപോലുള്ള എത്ര എണ്ണം ഉണ്ട്. ഈ ഉദാഹരണത്തിന് ശ്രാദ്ധകർമ്മങ്ങൾ നടത്തുമ്പം എല്ലാവരും നമ്മൾ പറയും ശ്രാദ്ധകർമ്മങ്ങൾ നടത്തുമ്പം സ്വധാദേവിയെ സ്മരിച്ചു വേണം ശ്രാദ്ധാദി കർമ്മങ്ങൾ നടത്താനെന്ന് ദേവി ഭാഗവതം 11-ാം അധ്യായം 9-ാം സ്കന്ധത്തിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട്. സ്വധാ എന്ന് 3 നേരം ഉച്ചരിച്ചാൽ തന്നെ ചെയ്ത പാപങ്ങൾ അടങ്ങിടും. ഇത് പറഞ്ഞു കൊടുക്കാതെ മരിച്ചുപോയ ഓമന കുഞ്ഞമ്മ കാക്കയായിട്ട് കാ 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 എന്ന് പറഞ്ഞ് ഈ നമ്മൾ വെച്ച ചെമ്പ് ചോറ് ചട്ടിയിൽ വെച്ചേക്കുന്നത് ഉണ്ണാൻ വരുന്നതാണ് ശ്രാദ്ധം എന്ന് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഈ പിതൃക്കൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ദേവതമാരാണെന്നും അവർ പിതൃക്കളുടെ കെയർ ടേക്കേഴ്സ് ആണെന്നും മരിച്ചുപോയവരുടെയൊക്കെ കെയർ ടേക്കേഴ്സ് ആണെന്നും ഈ നമ്മൾ അംഗനവാടിയിൽ നമ്മുടെ ടീച്ചറിനെ സന്തോഷിപ്പിച്ചാൽ കുട്ടിയെ കുറച്ചുകൂടെ നന്നായിട്ട് നോക്കുമെന്നൊക്കെ പറയുന്നത് പോലെ നോക്കുമെന്ന് പറയുന്ന പോലെ ഇവരെ ഏൽപ്പിക്കുന്ന പോലെ ഇവരെ സന്തോഷിപ്പിച്ചാൽ അഗ്നിയുടെ ഭാര്യയാണ് സ്വാഹ. നമ്മൾ അതുകൊണ്ടാണ് സ്വാഹ മന്ത്രങ്ങൾ പറയുന്നത്. അതുപോലെയാണ് പിതൃക്കളുടെ ദേവതയാണ് സ്വധ എന്ന് പറഞ്ഞു സുധേ എന്ന് നീട്ടി വിളിക്കരുത്. സുധേ എന്ന് പറയുന്ന വേറെ വല്ലവരും ആയിരിക്കും. അതല്ല ഞാൻ ഈ പറയുന്ന സുധയല്ല, സ്വധായേ നമ, സ്വധാദേവിയെ നമ. ഈ സ്വധാദേവിയെ സ്വധാ മന്ത്രം ജപിച്ച് നമ്മൾ ശ്രാദ്ധാദി കർമ്മങ്ങൾ ചെയ്താൽ അതിൻ്റെ ഗുണമുണ്ടാവും. അപ്പം അതില്ലെങ്കിൽ പിന്നെ എത്ര കാലം നോക്കിയിട്ട്
പിന്നെ വേറൊരു കാര്യം, ജീവിച്ചിരിക്കുമ്പോൾ ഒരു നേരം ആഹാരം കഴിക്കാൻ വരാത്ത ഓമന കുഞ്ഞമ്മ മരിച്ചതിന് ശേഷം നമ്മൾ വിളിച്ച വന്നത് തന്നെ. മാത്രമല്ല അവർ ഈ ശ്രാദ്ധാദി കർമ്മങ്ങൾക്ക് അരി വാങ്ങിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യമുണ്ട്. ഏറ്റവും കുറഞ്ഞ അരി വാങ്ങിക്കും. ഇത് കിലോ 55 രൂപ. വേണ്ട. മരിച്ചുപോയ ഓമന കുഞ്ഞമ്മയ്ക്കും കൊച്ചച്ചനും ഇത് വേണ്ട, കുറച്ചുകൂടെ ബസ്മതി വേണ്ട, കുറച്ചുകൂടെ പച്ചരി ഇത് വേണ്ട, റോസ് ബ്രാൻഡിന്റെ വേണ്ട. അവർക്ക് നോർമൽ 35 രൂപയ്ക്ക് കിട്ടുന്നുള്ള, അതിന് താഴെ കിട്ടുന്ന. എന്നിട്ടോ അത് വയ്ക്കുന്ന രീതി കണ്ടാൽ പ്രസവിച്ച അമ്മ പോലും സഹിക്കില്ല. തവി കിട്ടിയില്ലെങ്കിൽ അടുത്ത് കിടക്കുന്ന കൊതുമ്പുണ്ടല്ലോ, തെങ്ങിന്റെ മറ്റേ സാധനം, അതൊക്കെ എടുത്തിട്ടായിരിക്കും ഇളക്കുക. കാരണം നമ്മുടെ വിശ്വാസം ഇതൊന്നും കഴിക്കാൻ വരൂലെന്നാണല്ലോ. ഓമന കുഞ്ഞമ്മ മോളിയിരുന്ന് കാണുന്നുണ്ട്, അമ്പടി ഗേമി നീ മറ്റേ തവിക്ക് പകരം കൊതുമ്പിന്റെ സാധനം ഇട്ടാണ് ഇളക്കുന്നത്. ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതിനെ പറഞ്ഞു കൊടുക്കാതെ നമ്മളിതിനെല്ലാം കോംപ്ലിക്കേറ്റ് ചെയ്തു. എല്ലാം കോംപ്ലിക്കേറ്റ് ചെയ്ത് ഷഷ്ടി പറഞ്ഞുകൂടാ, ഏകാദശി പറഞ്ഞുകൂടാ. ഏകാദശിയൊക്കെ തിഥിപ്രധാനമായിട്ട് വരുന്നവയാണ്. ഓരോ തിഥികൾക്കും ദേവതമാരുണ്ട്. ഏകാദശി എന്ന് പറയുന്നത് തിഥിപ്രധാനമായിട്ട് വരുന്നത്, ഷഷ്ടി തിഥിപ്രധാനമായിട്ട് വരുന്നതാണ്. പ്രദോഷം തിഥിപ്രധാനമല്ല. പ്രദോഷം തിഥിപ്രധാനമാണെന്ന് ചോദിച്ചാൽ തിഥിപ്രധാനം തന്നെയാണ്, പക്ഷെ അതിന് ചില ക്രൈറ്റീരിയകൾ കൂടിയുണ്ട്. പ്രഥമ തുടങ്ങിയാൽ കറുത്ത വാവോ വെളുത്ത വാവോ കഴിഞ്ഞാൽ ഒന്നാമത്തെ ദിവസം പ്രഥമ, രണ്ടാമത്തെ ദിവസത്തിന് എന്താ പറയും? ദ്വിതീയല്ല, ദ്വിതീയ. മൂന്നാം ദിവസം തൃതീയ, നാലാം ദിവസം ചതുർത്ഥിയാണോ ചതുർദശിയാണോ? ഇത് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയാ മതി. നാലാം ദിവസം ചതുർത്ഥി. അഞ്ച് പഞ്ചമി. പഞ്ചമി ചന്ദ്രേക ഫില്ലിംഗ് ദി ബ്ലാങ്ക്സ്. എനിക്ക് എന്റെ ലിറിക്സ് അറിഞ്ഞൂടാ. പഞ്ചമി കഴിഞ്ഞാൽ അടുത്തത് ഷഷ്ടി, അടുത്തത് സപ്തമി, അടുത്ത അഷ്ടമി. രോഹിണി നാളിലൻ മനസ്സൊരു മുഗ്ധ വൃന്ദാവനമായി മാറിയെങ്കിൽ. അടുത്ത ദശമി. അടുത്ത ദശമി എന്ന് വെച്ചാൽ 10ാം ദിവസം. കറുത്ത വാവോ വെളുത്ത വാവോ കഴിഞ്ഞ് 10ാം ദിവസം. 11ാമത്തെ ദിവസത്തിന് ഏകാദശി അല്ല, 11ാമത്തെ ദിവസം 11ാമത്തെ ദശം 10 ഏകം 1. അപ്പൊ ഏകവും ഏകാദശി. 12ാമത്തെ ദിവസം 13ാമത്തെ ദിവസം ത്രയോദശി. 14 ചതുർദശി. 15ാമത്തെ ദിവസം കറുത്ത വാവോ വെളുത്ത വാവോ. നമുക്ക് മാസത്തിൽ 2 അയനങ്ങളാണുള്ളത്. ഒന്ന് 2 അയനങ്ങളാണ് ഒരു വർഷത്തിൽ, മാസത്തിലല്ല ഒരു വർഷത്തിൽ. ഒന്ന് ഉത്തരായനവും മറ്റൊന്ന് ദക്ഷിണായനവും. ഉത്തരായനം ഫെബ്രുവരി തൊട്ട് അങ്ങോട്ട് 6 മാസം, മകരം തൊട്ട് 6 മാസം ഉത്തരായനം, ബാക്കിയുള്ളതെല്ലാം ദക്ഷിണായനം. സിമ്പിളാണേ, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ആഴ്ചകളും നമുക്ക് 2 പക്ഷങ്ങളാണുള്ളത്. കലണ്ടർ നോക്കുമ്പോൾ അടുത്ത് വരുന്നത് കറുത്ത വാവാണെങ്കിൽ അത് കൃഷ്ണപക്ഷം, കലണ്ടർ നോക്കുമ്പോൾ അടുത്ത വെളുത്ത വാവാണെങ്കിൽ ശുക്ലപക്ഷം. ഇപ്പോൾ കൃഷ്ണപക്ഷവും ശുക്ലപക്ഷവും 15 ദിവസം കഴിയുമ്പോൾ ഇത് വളരെ സിമ്പിൾ അല്ലേ? ഈ 2 അയനങ്ങൾ പഠിക്കുക, ഉത്തരായനവും ദക്ഷിണായനവും പോലെ 2 പക്ഷങ്ങൾ ഒരു മാസത്തിൽ. പിന്നെ മാത്രമല്ല നമ്മളെപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ നക്ഷത്രക്കാർക്കും എല്ലാ ദിവസവും പിറന്നാളില്ല. നമ്മൾ ഈ പിറന്നാളുണ്ട്. ഇപ്പം വീട്ടിലെ ബാലകൃഷ്ണൻ എന്നാണ് ചേട്ടൻ്റെ പേരെങ്കിൽ, നമ്മൾ സുമതി കുഞ്ഞമ്മ ഓട്ടവാ നേരെ ഭഗവതിയുടെ അടുത്തേക്ക്. ഓ ബാലകൃഷ്ണൻ നായർ 2 വടി 2 കൂട്ടവടി 2 ഇരട്ടവടി 2 കടും പായസം 1 പാൽപ്പായസം 1 പപ്പട പായസം എന്ന് പറഞ്ഞു ഓടേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ എല്ലാ നക്ഷത്രക്കാർക്കും എല്ലാ ദിവസവും ഇല്ല. ഇത് നമുക്ക് തിരിച്ചറിഞ്ഞുകൂടാ. ഇപ്പം ഭരണി നക്ഷത്രം എന്ന് കലണ്ടറിൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ട് അന്ന് ഭരണിക്ക് പിറന്നാളുണ്ടെന്നതിന് അർത്ഥമില്ല. അതൊരു കോമൺ ലോജിക്കാണ്. അപ്പോൾ അതിന് സനാതനമായ ധർമ്മം അനുസരിച്ച് മിനിമം പഞ്ചാംഗം നോക്കാൻ നമ്മൾ പഠിക്കണം. അപ്പം നമ്മൾ ഈ പലപ്പോഴും നമ്മൾ ഈ അമ്മമാരോ അല്ലെങ്കിൽ നമ്മളോ ഒക്കെ ഇപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ശാരദ കുഞ്ഞമ്മയുടെ പിറന്നാളിന് ഞാൻ ചെന്ന് ശാരദ കുഞ്ഞമ്മ ഇരട്ടവടി 2 എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ ചെന്ന് കടും പായസം കഴിക്കേണ്ട കാര്യമുണ്ടോ? അപ്പം നമ്മൾക്ക് സ്വയം നമ്മുടെ വീട്ടിലെ പിറന്നാളുകൾ അറിയാൻ പറ്റണം. പിറന്നാളും പക്കനാളും അറിയാൻ പറ്റണം. എന്താണ് പക്കനാള്? അതായത് എല്ലാ മാസവും നമ്മുടെ അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, ഒരു നക്ഷത്രം എത്ര നാഴിക കാണും? അരി അളക്കണ നാഴി അല്ലാതെ ഒരു നാഴിയും എനിക്ക് അറിഞ്ഞൂടാ സാറേ. എത്ര നാഴികയാണ് ഒരു ദിവസം? 12 22 60 നാഴികയാണ് ഒരു ദിവസം. അങ്ങനെയാണെങ്കിൽ
24 മണിക്കൂറാണ് 60 നാഴിക എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു നാഴിക എത്ര മിനിറ്റ്? 24 മിനിറ്റ് ആണ് ഒരു നാഴിക. അപ്പൊ ശരിയാ. അപ്പം 2 നാഴിക 48 മിനിറ്റ്, 2.5 നാഴിക 60 മിനിറ്റ്. നമ്മൾ 60 മിനിറ്റ് ആണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ 2.5 നാഴിക എന്ന് പറയുന്നത്. ഒരു നാഴിക എന്ന് പറഞ്ഞാൽ 24 മിനിറ്റ്. എന്നാൽ ഒരു വിനാഴിക എത്ര? ഗുലുമാൽ ഗുലുമാൽ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കലണ്ടറിൽ കണ്ടു ഭരണി നക്ഷത്രം 12/18. 12/18 എന്ന് കണ്ടു. എന്തോ മനസ്സിലായി? 12 നാഴിക 8 വിനാഴിക. പോരാ. അപ്പൊ എന്താ അർത്ഥം? 12 നാഴിക എന്ന് വെച്ചാൽ എത്ര മണിക്കൂർ ഉണ്ടെന്ന് ഭരണി നക്ഷത്രം? 24 മിനിറ്റ് ആണല്ലോ ഒരു നാഴിക. അപ്പൊ 24 × 12 നോക്കണം. 288 മിനിറ്റ്. അപ്പൊ എത്ര മണിക്കൂർ? അത് ചെയ്യാൻ 60 ഉണ്ട് 5 മണിക്കൂർ എന്ന് കൂട്ടിക്കോ. 4.8 ആണ്. 4. അപ്പൊ ഉദയാൽ 5 മണിക്കൂറേ ഭരണി നക്ഷത്രം അന്നുള്ളൂ. അതായത് 6:30 ഉദയമാണെങ്കിൽ അന്ന് 11:30 ഭരണി നക്ഷത്രം കഴിഞ്ഞു ഇല്ലേ? അപ്പോൾ ഒരു പിറന്നാൾ നമ്മൾ ആഘോഷിക്കണമെങ്കിൽ, ഒരു പിറന്നാൾ നമ്മൾ അനുഷ്ഠിക്കണമെങ്കിൽ മാസത്തിൽ ചിലപ്പം ഒന്നിൽ കൂടുതൽ ഭരണി നക്ഷത്രങ്ങൾ വരാം, 2 ഒക്കെ വരാം. കാരണം എന്താ? 27 നക്ഷത്രങ്ങളേ ഉള്ളൂ. മാസം എത്രയുണ്ട്? 30, 31 വരും. അപ്പം റെപ്പറ്റീഷൻ ഉറപ്പായിട്ട് വരും. ഏതെങ്കിലുമൊക്കെ നക്ഷത്രങ്ങൾക്ക് റെപ്പറ്റീഷൻ വരും. അങ്ങനെയാണെങ്കിൽ പിറന്നാൾ നമ്മൾ ആദ്യത്തേത് എടുക്കുമോ രണ്ടാമത്തെ എടുക്കുമോ? ആദ്യത്തേത്. അയ്യോ തിരിഞ്ഞുപോയി. അയ്യോ ഒന്ന് ശ്രാദ്ധത്തിന് എടുക്കും. ഏതെടുക്കും? പിറന്നാൾ ഏതെടുക്കും? 2 ഉണ്ടെങ്കിൽ രണ്ടാമത്തെ പിറന്നാളോ ആദ്യത്തെ? കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു അതെ, മുഴുവൻ പ്രേക്ഷകരുടെ ഉത്തരവാദിത്വമാണ്. തിരുവനന്തപുരത്ത് നിന്ന് എന്നെ വിളിച്ചോണ്ട് ഇവിടെ ഇരുത്തിയിട്ട് എന്നടുത്ത് പറയുവാണ് മുഴുവൻ പ്രേക്ഷകർ കമന്റ് ചെയ്യാൻ. അമ്പട വിരുദ്ധ. അപ്പൊ പറയട്ടെ, എന്താ പറയണെന്നാ? അല്ല, ആദ്യത്താണ് രണ്ടാമത്തെ? ഇപ്പൊ സാധാരണ നമ്മൾ പിറന്നാളിന് രണ്ടാമത്താണ് എടുക്കുക. ശ്രാദ്ധത്തിന് നമ്മൾ ആദ്യത്തെ എടുക്കും അല്ലേ? അപ്പൊ നമ്മള് ഉദയാൽ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് എത്ര നാഴികയുണ്ടെന്ന് നോക്കും. അപ്പൊ ഞാനിപ്പോ പറഞ്ഞു ഭരണി നക്ഷത്രം 8 നാഴികയാണെന്ന് പറഞ്ഞു. അപ്പൊ 8 × 24 എത്ര മണിക്കൂറാണെന്ന് കണ്ടു? 4.8 മണിക്കൂർ. ഉറപ്പാണോ? 4 മണി. അതായത് 8 നാഴിക എന്ന് പറയുമ്പോൾ 8 × 24. 8 × 24 ആണോ ഗുണിച്ചത്? അല്ല, അത് 192. 192 ഡിവൈഡഡ് ബൈ 60 നോക്കും. 3 മണിക്കൂർ. അപ്പൊ 8 നാഴിക എന്ന് പറഞ്ഞാൽ 3 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ ഏതാണ്ട് 9 മണിയോടുകൂടി ഭരണി നക്ഷത്രം കഴിഞ്ഞു. രാവിലെ 9 മണിയോടുകൂടി. അന്ന് നമ്മൾ എങ്ങനെ പിറന്നാൾ എടുക്കും? നമ്മൾ സാധാരണ രീതിയിൽ ആചാര്യന്മാർ 2 പക്ഷമുണ്ട്. ചിലർ പറയും മിനിമം 12 നാഴികയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പിറന്നാൾ എടുക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വല്ലഭാചാര്യ സ്വാമികളെ പോലുള്ള ആചാര്യന്മാർ, ഈ പ്രഗത്ഭരായ ജ്യോതിഷ പണ്ഡിതന്മാരൊക്കെ പറയും 6 നാഴിക ഉണ്ടെങ്കിലും നമുക്ക് പിറന്നാൾ കണക്കാക്കുന്നതിന് വിരോധമില്ല. പൂർണ്ണമായിട്ട് നമുക്കൊരു പിറന്നാൾ വേണമെങ്കിൽ 15 നാഴിക നമുക്ക് കിട്ടണം. അത് പറയുന്ന ലോജിക്കുമാണ്. കാരണം 30 നാഴിക ആവുമ്പോഴാണ് നമുക്ക് വൈകുന്നേരം ആവുന്നത്. രാവിലെ 6 മണിക്ക് സൂര്യൻ ഉദിച്ചാൽ വൈകുന്നേരം 6 മണിയാകുമ്പോൾ 30 നാഴിക. അപ്പോൾ 15 നാഴിക ആകുമ്പോഴേ 12 മണിക്ക് ഞം ഇലയിടാൻ പറ്റൂ. അതൊരു കോമൺ ലോജിക്കാണ്. അപ്പോൾ ഒരു 12 നാഴികയെങ്കിലും ഉണ്ടെങ്കിൽ വെളുപ്പാൻ രാവിലെ 8 മണിക്ക് ഇലയിടാൻ പറ്റൂലല്ലോ. അതൊരു സാമാന്യ ബോധമാണ്. 8 മണിക്കോ 9 മണിക്കോ ഒന്നും വിലയിടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പറയും ഒരു മിനിമം ഒരു ഉദയാൽ ഒരു 12 നാഴികയെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ ചോദിക്കും 6 നാഴികയ്ക്ക് ആഘോഷിക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ 3 നാഴികയ്ക്ക് ആഘോഷിക്കുന്നതിന് അതിന് കുഴപ്പമൊന്നുമില്ല. കാരണം ഈ നമ്മുടെ സനാതനമായ ഈ ധർമ്മം വളരെ എലാസ്റ്റിക് പോലെയാണല്ലോ. അങ്ങോട്ട് നീളുകയോ ഇങ്ങോട്ട് കുറുക്കുകയോ ഒക്കെ ചെയ്യാമല്ലോ. പക്ഷേ ഒഴിവാക്കേണ്ടുന്ന ഒരു കാര്യം, ഏതെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ വിളക്ക് കത്തിച്ചു വെച്ച് തുടങ്ങുന്നതാണ് നമ്മുടെ ഒരു ധർമ്മം. മംഗളകരമായിട്ടുള്ള ഏത് കാര്യം, അത് പാലുകാച്ചായിക്കോട്ടെ, കല്യാണമായിക്കോട്ടെ, ജാതകം കൂടെ ആയിക്കോട്ടെ. പക്ഷെ നമ്മുടെ പിറന്നാൾ വരുമ്പോൾ മാത്രം ഊതി അണച്ച് നീ നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞ് ഈ പിറന്നാൾ ആഘോഷിക്കുന്ന വേറെ ഒരു സംസ്കൃതി വേറെ ഉണ്ടോ? ഇതെങ്ങനെ വന്നു? ഇത് അറിവുള്ളവർ പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണ്. അവൻ്റെ ഐശ്വര്യമായിട്ട് 6 5 വയസ്സുള്ളൊരു കുഞ്ഞ് ദീർഘായുസോടുകൂടി 1000 വർഷം അവൻ ശരത്തും ഹേമന്തവും ഋതുക്കളെ കണ്ട് ഐശ്വര്യത്തോടെ വളരണമെന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്നതിന് പകരം
തുടങ്ങുന്നതേ ആശ്രീകരമാണ്. വേളക്ക് അങ്ങോട്ട് അവനെ കൊണ്ട് തന്നെ ഊതിക്കും. ജീവിതം നശിച്ചു പോട്ടും എന്ന് പറഞ്ഞ് ഊതും. എന്നിട്ടോ മന്ത്രവാദ കളത്തിൽ മറ്റേ കോഴിയെയും ആടിനെയും വെട്ടുന്നത് പോലെ വെട്ടാണ്. അവൻ്റെ തന്നെ ഒരു ഫോട്ടോ എടുത്തു വെച്ച് അവൻ്റെ കൈവെട്ടും, അവൻ്റെ കാല് വെട്ടും, അവൻ്റെ കഴുത്ത് വെട്ടും. ഈ അസുര ജന്മങ്ങളാണോ? കാല് അച്ഛൻ കഴിക്കും, കാത് അമ്മ കഴിക്കും, കഴുത്ത് അമ്മൂമ്മ കഴിക്കും, കണ്ണ് വലിയച്ഛൻ കഴിക്കും. ഇതെങ്ങനെ വന്നു ഈ ഒരു സംസ്കൃതി? എങ്ങനെ വന്നു ഈ ഒരു മൂല്യച്യുതി? ഭാരതീയമായ രീതിയിൽ നമ്മുടെ സനാതനമായ ധർമ്മത്തിൽ എന്തും വിളക്ക് കത്തിച്ചു വെച്ചേ നമ്മൾ ചെയ്തിട്ടുള്ളൂ, ഏത് മംഗളകാര്യവും. പിന്നെ എങ്ങനെയാണ് വീടിന് ഐശ്വര്യമായിട്ട് കൺമണിയായിട്ട് അവൻ രാജകുമാരനെ പോലെ വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞ് എങ്ങനെയോ നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞ് മന്ത്രവാദ കളത്തിലെ പോലെ, ഈ ഗുരുതി കളത്തിലെ പോലെ ഇങ്ങനെ വെട്ടിയരിഞ്ഞ് തള്ളി അതിനെ കഴിച്ച് ഈ അട്ടഹസിക്കുന്ന ജന്മം എങ്ങനെ വന്നു? ബർത്ത്ഡേ പാർട്ടികളൊക്കെ ആയിക്കോട്ടെ, ബർത്ത്ഡേ പാർട്ടിയോ കേക്ക് മുറിക്കലോ എന്താ പറയുന്നത് കൊക്കക്കോള കുടിക്കലോ, അതിനൊന്നും ആരും എതിര് പറയുന്നില്ല. അതൊക്കെ അവരവരുടെ സൗകര്യവും ഇഷ്ടവും സംസ്കാരവും. പക്ഷേ ഒരു കുഞ്ഞിന് അനുഷ്ഠാനം എന്ന രീതിയിൽ നമ്മൾ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ അനുഷ്ഠിക്കേണ്ടുന്ന ചില പ്രാർത്ഥനകൾ, ചില ധർമ്മങ്ങൾ, മനസ്സ് തുറന്ന് അച്ഛനും അമ്മയും ഒരു എന്താ പറയുന്നത് ഒരു അക്ഷതമിട്ട് കുഞ്ഞിൻ്റെ തലയിൽ അനുഗ്രഹിച്ച നീ 1000 സംവത്സരം രാജകുമാരനെ പോലെ വാഴണമെന്ന് പറയുന്നത് എവിടെ ഇരിക്കുന്നു? ഊതി അങ്ങോട്ട് കെടുത്തിട്ട് മറ്റേ ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞൊക്കെ ചിലപ്പോൾ കൂടി പോകില്ലേ? ശരിയാണ്. നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ അനുഷ്ഠിക്കാത്തതിനെയാണ് നമ്മൾ വലിയ വേദാന്തങ്ങളെ കൊണ്ട് സമർത്ഥിക്കാൻ നിൽക്കുന്നത്. വേദവും വേദാന്തവും ഒക്കെ അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ആരോ പറയുന്നത് പോലെ ഇട വന്ന് കുണ്ടലിനി കയറുന്നതും ഇട വന്ന് പിങ്കളയിൽ കയറുന്നതും പിങ്കള വന്ന് ഇടയര മോളി ഇരിക്കുന്നതും സഹസ്രാര പത്മം വിരിയുന്നതും ഉന്മത്ത നൃത്തം ചവിട്ടുന്നതും ഒക്കെ ഇരിക്കട്ടെ. ഞാൻ ഈ പറയുന്ന സാധാരണക്കാരുടെ കാര്യമാണ്. നമ്മളാരും നാളെ സഹസ്രാരം ഇങ്ങനെ തലയിൽ 1000 താമര ഇതിലുള്ള താമര വിരിഞ്ഞ് അതീന്ദ്രിയ ബോധാവസ്ഥയിലൊന്നും പോകണമെന്ന് ഞാൻ പറയുന്നില്ല. അതിനൊക്കെ അർഹതയും യോഗവും ഉള്ളവരൊക്കെ അതിനു വേണ്ടിയുള്ള വഴികൾ അവരന്വേഷിച്ചോളും. നമ്മൾ ഈ സാമാന്യമായ രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ജീവിതത്തിനെ ദുഷ്കരമാക്കരുത്. ഈ പിറന്നാളാണ് ഏറ്റവും. അതുപോലെയാണ് ഈ കല്യാണത്തിന്. ഈ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, മണ്ഡപത്തിലോട്ട് വിളിച്ചുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അഷ്ടദിക് പാലകന്മാരെയും നമസ്കരിച്ച പെൺകുട്ടി മണ്ഡപത്തിലേക്ക് കയറുമെന്നാണ്. അനി അഷ്ടദിക് പാലകന്മാർ ഏതാണെന്ന് ഈ നിൽക്കുന്ന സിൽക്ക് ജുബായിട്ട് അമ്മാവൻ അറിയാവൂ? അല്ല ഞാൻ ചോദിക്കുന്നത്, അമ്മാവൻ അറിയാം ഗീരവിത്ത്. അമ്മാവൻ അങ്ങോട്ട് തിരിഞ്ഞും നിന്നിട്ട് പെൺകുട്ടി അങ്ങോട്ട് പോട്ടെ, ആന ഇങ്ങോട്ട് പോട്ടെ, ഇവിടെ തളിയാനേ പനിനീര്, അവിടെ തളിയാനേ പനിനീര്, ഇങ്ങോട്ട് വാ ആനേ പനിനീര്, ഈ ആനപ്പാറ അച്ചമ്മ പറയുന്നത് പോലെ കമൻറ്റുകളാണ്. അങ്ങനെയല്ലല്ലോ. 12 മണിക്ക് മുമ്പ് നമ്മൾ വിവാഹം, അതായത് സൂര്യൻ ഉച്ചസ്ഥായിൽ നിൽക്കുന്ന ഉച്ചയ്ക്ക് മുമ്പ്, അതായത് നല്ല ബലത്തിൽ നിൽക്കുന്ന സമയത്ത് വിവാഹമാണെങ്കിൽ നമ്മൾ പെൺകുട്ടി സൂര്യനെ അഭിമുഖമായിട്ട് കിഴക്കോട്ടിറങ്ങും. 8 ദിക്കുകളിലെ ദേവന്മാരെയും, കിഴക്ക് ഇന്ദ്രനെയും പടിഞ്ഞാറ് വരുണനെയും നമ്മൾ യമധർമ്മനെയും കുബേരനെയും ഒക്കെ നമസ്കരിച്ച് ഈ 4 ദിക്കുകളും പിന്നെ 4 ഈ 8 ദിക്കുകളിലെയും ദേവന്മാരെ നമസ്കരിച്ചാണ്. അല്ലാതെ പെൺകൊച്ചിന് ഈ തലയ്ക്ക് സ്ക്രൂ പോയിട്ടല്ല ഒരു കിണ്ടിയിൽ വെള്ളം എടുത്ത് കൊടുത്താൽ പനിനീര് കളിക്കുന്നത്. ഇത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റണം. നമ്മളിത് പറഞ്ഞു കൊടുക്കും. നമ്മളിത് ചടങ്ങ് പോലെ അമ്മാവൻ ഒരു മൊന്ത കൊണ്ടങ്ങ് പൊങ്ങും, ജലദേവത മഴുവുമായിട്ട് പൊങ്ങിയതുപോലെ നമ്മൾ ക്യാമറയിൽ നോക്കിക്കൊണ്ട് ഒരു കൈ പൊങ്ങി വരുന്നത് കാണാം. ആ കൈ പൊങ്ങി പെൺകുട്ടി അതിനകത്തോട്ട് തുളസിപ്പൂ വിടുന്നത് കാണാം. തന്നെ ഉപദ്രവിച്ച ആദ്യത്തെ ഈ അമ്മായിയാണ് എൻ്റെ റൂട്ട്സ് കൊണ്ടുപോയത്, അവരെ തലയിലോട്ടിരിക്കട്ടെ ഈ ഒരു കുടി. ഇവരാണ് എൻ്റെ പിച്ചിപ്പൂവിനെ മാന്തി എടുത്തവർ, അവരുടെ കണ്ണിലോട്ട് ഒരു കുടച്ചിൽ. ഈ കുടച്ചിലല്ലാതെ ഇതിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കണ്ടേ? ഈ കാര്യം പറഞ്ഞു കൊടുക്കുന്നിടത്താണ് അതിൻ്റെ ഈ അഷ്ടദിക്പാലകരാരാണെന്നും അഷ്ടദിക്പാലക സങ്കല്പം എന്താണെന്നും ഈവൻ വെറ്റിലയിൽ ദക്ഷിണ കൊടുക്കുന്നത് പോലും. ദക്ഷിണ എന്ന് പറയുന്ന ഒരു ദേവിയാണ്, അല്ലാതെ ദക്ഷിണ എന്ന് പറയുന്നത് കവറിയിട്ട് കൊടുക്കുന്ന പൈസ അല്ല. ഇറ്റ്സ് നോട്ട് ദിസ് ഇസ് നോട്ട് ദി ഗെയിം. അതാണ് എൻ്റെ കാര്യം. ദക്ഷിണ എന്ന് പറയുന്നത് ഒരു ദേവിയാണ്. ദക്ഷിണാദേവിയെക്കുറിച്ച് പറയുന്നത് ദേവി ഭാഗവതം 9-ാം സ്കന്ധത്തിൽ മകനോടൊത്ത് ചേർന്നിരുന്ന് ചെയ്ത കർമ്മത്തിൻ്റെ ഫലം പൂർത്തിയാക്കാൻ ഉദ്ഭവിച്ചവളാണ് ദക്ഷിണാദേവി. അമ്മയും മോനുമായിട്ടായിരിപ്പ്. എന്തൊരു സങ്കല്പമാണ്. പലകയിട്ടിരുത്തി പത്മവിട്ട് ആവാഹിച്ച്. അതുകൊണ്ടാണ് ഈ യജ്ഞങ്ങൾക്ക് ദക്ഷിണ ചടങ്ങ് വെച്ചേക്കുന്നത്. അല്ലാതെ ദക്ഷിണ എന്ന് പറയുന്നത് പൈസ കവറിയിട്ട് കൊടുക്കുന്ന അല്ല ദക്ഷിണ. ചെയ്ത കർമ്മത്തിന് ഫലം വരണം, ഇല്ലേ? നമ്മളൊരു വീട് പാല് കാച്ചുന്നു, വീട് പെയിന്റ് ചെയ്ത ആ ചേട്ടന് നമ്മൾ ദക്ഷിണ കൊടുക്കുമോ? നമ്മൾ വിചാരിക്കും, ഇല്ലേ? നമുക്ക് ഈ സങ്കല്പം എന്ന് പറഞ്ഞോളൂ, നമ്മൾ വിചാരിക്കും പാവത്തിന് 500 രൂപ ഒരു കവറിയിട്ട് കൊടുക്കുന്നതാണ് ദക്ഷിണ. അങ്ങനെയല്ല. ചെയ്ത കർമ്മത്തിന് ഫലം ലഭിച്ചിടാൻ പൂജിച്ചിടണം ദക്ഷിണയെ. ദക്ഷിണാഖ്യാം ഇതം ദക്ഷിണോപാഖ്യാനം എന്ന അധ്യായത്തെ പറഞ്ഞു തരുന്നു എന്ന് പറഞ്ഞിട്ട് വേദവ്യാസം പറഞ്ഞു വയ്ക്കുന്നതാണത്. ഈ ദക്ഷിണ എന്ന് പറയുന്ന ദേവിയെ നമുക്ക് അറിഞ്ഞുകൂടാ.
കല്യാണ മണ്ഡപത്തിൽ ദക്ഷിണ എന്ന് പറയും. ഇതെന്തോ ചെയ്യുന്നേ? 50 ലക്ഷം രൂപ കൊടുത്ത് കല്യാണം നടത്തും, എന്നിട്ട് ഒരു വെറ്റയും ഒരു പാക്കും കാണും. ചെറുക്കൻ്റെ അച്ഛൻ്റെ നിന്ന് പിടിച്ചു വാങ്ങും. സ്ലോ മോഷനിലാണ് ഈ കൊടുത്ത സാധനം നേരെ അവിടെ നിന്ന് പിടിച്ച് തിരിച്ച് പിടിച്ചു വരുന്ന ഒരു ഇതൊക്കെ കാണണം. പാഞ്ചാലി വസ്ത്രക്ഷേപം പോലെ പിടിച്ചു വലിച്ചു. അടുത്ത് ഇതിനെടുത്ത് അങ്ങോട്ടേക്ക് പൂനിലാവിൽ ഇത് സ്ലോ മോഷനിലടുത്ത് അങ്ങോട്ട് അമ്മേരെ അടുത്തോട്ട് എറിയും. അമ്മ ഇന്ന് ഓടിച്ചെന്ന് അതിനെ പിടിക്കും, അച്ഛൻ പിടിക്കും. അടുത്ത് ഈ അച്ഛൻ അത് അവസാനം വെറ്റ ചുരുണ്ടാണ് വെറ്റിയിരിക്കുന്നത്. ഇനി ഇത് കൊടുക്കേണ്ടുന്ന രീതി എന്താണോ, അതിന് താമ്പൂല ശാസ്ത്രം എന്ന് പറയുന്ന ഒരു ശാസ്ത്രമുണ്ട്. ഇതിന് കൊടുക്കേണ്ടുന്ന രീതി ഉണ്ടോ അറിയാമോ? അതും അറിഞ്ഞൂടാ. വെറ്റിലെ നമ്മൾ നാഗവല്ലി എന്നാണ് പറയുക. നമുക്ക് ഏത് നാഗവല്ലി അറിയാം? നമുക്ക് ആ ഒരു നാഗവല്ലിയെ നമുക്കറിയാം. വെറ്റില എന്ന് പറയുന്നത് നാഗവല്ലി, മഹാലക്ഷ്മി എന്നാണ് അർത്ഥം. അതായത് വെറ്റില കൊടുക്കുന്നതും വെറ്റില സ്വീകരിക്കുന്നതിനും ഒക്കെ പ്രത്യേക ദിക്കുകളും ദിശകളും ഒക്കെ ഉണ്ട്. ഈ വെറ്റില അത് നമ്മൾ ഇതെല്ലാം സൂര്യനെ ബേസ് ചെയ്തിട്ടാണ്. ഉച്ചയ്ക്ക് നമ്മൾ ദക്ഷിണ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ, വൈകുന്നേരം നമ്മൾ ദക്ഷിണ കൊടുക്കുക. മൈക്ക് അവിടെ തന്നെ ഉണ്ട്, മൈക്കാണോ നോക്കുന്നത്? പൂങ്കിനാവിൽ. അപ്പോൾ അതുകൊണ്ട് ദക്ഷിണ കൊടുക്കുന്ന ആളിൻ്റെ ഒരു വെറ്റില എടുത്താൽ വെറ്റിലയ്ക്ക് തലയും വാലും ഉണ്ട്. ആ തല എങ്ങോട്ടിരിക്കണം, വാല എങ്ങോട്ടിരിക്കണം എന്നൊക്കെ അതിന് കണക്കുകളുണ്ട്. ആരിൽ നിന്നാണോ അനുഗ്രഹത്തെ സ്വീകരിക്കേണ്ടത് അവരുടെ വശത്തേക്ക് തല. അത് ഉച്ചവരെയാണെങ്കിൽ ഒരു കണക്ക്, ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ ഒരു കണക്ക്. സൂര്യൻ ഉച്ചയാണ് നമുക്ക് പലതിനും. കാരണം സൂര്യൻ പൂർണ്ണ ബലവാനായി നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് ഉച്ചവരെ നിറച്ച് ആഹാരം കഴിക്കുക. ഉച്ചയ്ക്ക് ശേഷം വളരെ ലൈറ്റായി. കാരണം നമ്മുടെ പെപ്പിൻ എന്ന് പറയുന്ന ദഹനരസത്തെ ദഹിപ്പിക്കാനുള്ള കഴിവ് കുറയും, സൂര്യന് ബലം കുറയും, അന്തരീക്ഷത്തിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാവും, അന്നജം ഫോട്ടോസിന്തസിസിന്റെ ഫലമായിട്ട് അന്നജം ഉണ്ടാവുന്നതിൻ്റെ അളവ് കുറയും. ഇതൊക്കെ അതിനനുസരിച്ചാണ് നമ്മൾ ദക്ഷിണ കൊടുക്കേണ്ടതും ദക്ഷിണ സ്വീകരിക്കേണ്ടതും. തല ആരുടെ വശത്ത് ഇരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തല എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയല്ല, വെറ്റിലയുടെ തല. അവരിൽ നിന്ന് തുമ്പിലൂടെ അനുഗ്രഹത്തെ പ്രവഹിക്കുന്നു എന്നാണ് വിശ്വാസം. അങ്ങോട്ടേക്ക്. ഇനി ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ തിരിഞ്ഞ് പടിഞ്ഞാറ് വശത്തേക്ക് ഫേസ് ചെയ്ത്. അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മനുഷ്യന് നിത്യജീവിതത്തിൽ വേണ്ടുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും അനുഷ്ഠിക്കാത്തത് കൊണ്ടാണ് എന്നും നിത്യദാരിദ്ര്യം, ഇല്ലേ? അങ്ങനെ നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത്. ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ പ്രദോഷത്തിന്റെ കാര്യം കൂടെ പറഞ്ഞിരുന്നു. അതും അതായത് ശിവഭഗവാനുമായിട്ട് റിലേറ്റഡ് ആണ് പ്രദോഷം. ശരിക്കും പ്രദോഷത്തിന് പിന്നെ ശിവഭഗവാനും പാർവതിയുമായിട്ടുള്ള ആനന്ദ നടനമാണ് പ്രദോഷം എന്നാണ് പറയുന്നത്. അതായത് ശിവശക്തി സ്വരൂപങ്ങളുടെ, നമ്മുടെയൊക്കെ വീടുകളിൽ ശിവശക്തി സ്വരൂപങ്ങളുണ്ടല്ലോ, ഭാര്യയും ഭർത്താവും ഉണ്ടല്ലോ. ഓ എൻ്റെ പൊന്നോ, ശിവശക്തി സ്വരൂപങ്ങളുടെ പ്രകടനം കണ്ടു കഴിഞ്ഞാൽ പ്രസവിച്ച അമ്മ സഹിക്കാത്ത ശിവശക്തി പ്രകടനങ്ങളാണ്, ഇല്ലേ? ഈ 99% നാടകമാണ്, നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയുള്ള നാടകമാണ്. ബാക്കി 1% കാണുള്ളൂ അതിൻ്റെ ഒരു ജെനുവിനിറ്റി. അല്ലെങ്കിൽ ഒരു 10% ഉണ്ടെന്ന് വെക്കാം, അല്ലെങ്കിൽ 25% ഉണ്ടെന്ന് വെക്കാം. നമ്മളെല്ലാവരുടെയും കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഇല്ലേ? അപ്പം അതുകൊണ്ട് പ്രദോഷം എന്ന് പറയുന്നത് പൂർണ്ണമായ വ്രതാനുഷ്ഠാനത്തോടുകൂടി, പ്രദോഷ സ്തോത്രം എന്ന് പറയുന്ന ഒരു സ്തോത്രം തന്നെയുണ്ട് നമുക്ക് പ്രദോഷത്തിന് ജപിക്കാനുള്ള. ശിവപാർവതി സംയുക്തമായിട്ട് കൈലാസത്തിൽ ആനന്ദ നടനം നടക്കുന്നു എന്ന് വിചാരിക്കുന്ന ഒരു മുഹൂർത്തമാണ് ഈ പ്രദോഷം എന്ന് പറയുന്നത്. പ്രദോഷം നമുക്കൊരു എപ്പിസോഡ് തന്നെ ചെയ്യാം, കാരണം അത് അത്രയും പറയാനുണ്ട്, അത്രയും നമുക്കത് വളരെ വിസ്തരിച്ച് പറയാനുണ്ട്. പ്രദോഷ മാഹാത്മ്യം, പ്രദോഷം എന്താണ്, പ്രദോഷത്തിന് ജപിക്കേണ്ട നാമങ്ങൾ, പ്രദോഷത്തിന് ജപിക്കേണ്ടത്, അതൊക്കെ. ഓക്കെ. എനിക്ക് തോന്നുന്നു സാറിൻ്റെ ഒരു ബ്രീഫ് നമുക്ക് തുടങ്ങിയത് സാറിൽ നിന്നാണ്, അപ്പോൾ അവസാനിപ്പിക്കുന്ന ക്വസ്റ്റ്യനും അങ്ങനെ ആവട്ടെ. അപ്പോൾ അതായത് സാറിനെ പറ്റി ഞാൻ അന്വേഷിച്ച സമയത്ത് അതുപോലെ നമ്മൾ ഇനിഷ്യലി സംസാരിച്ചപ്പോഴും DBSS എന്ന ഒരു പ്രസ്ഥാനം, അല്ലെങ്കിൽ DBSS എന്ന് പറയുന്ന ഒരു ഭക്തജനങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റിയാണ്. ദേവി ഭാഗവത സത്സംഗ സമിതി എന്ന് പറഞ്ഞ് കൊറോണ കാലത്ത് രൂപീകരിച്ച ഒരു കമ്മ്യൂണിറ്റിയാണ് DBSS. ദിവസത്തിൽ 7 മണിക്കൂർ 8 മണിക്കൂർ നാമജപം മാത്രമാണ് അതിനകത്തുള്ളത്. അതിനകത്ത് വേറെ ഒന്നുമില്ല. ഏതാണ്ട് 165ഓളം ഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞു. അതൊരു പ്യുവർ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. അതിൽ ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഈ 16-17 വയസ്സ് അല്ലെങ്കിൽ 8 വയസ്സ് മുതൽ 1,65,000-ലധികം പേര് വരുന്ന ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മയാണ്. 4 വയസ്സ് മുതൽ 75 വയസ്സ് വരെ ഉള്ളവർ അതിനകത്ത് മെമ്പേഴ്സാണ്. എങ്കിലും ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരാണ്. രാമനാമം ജപിക്കുക എന്ന് പറയുന്നതാണ് ഇൻറ്റൻഷൻ. രാമനാമം തന്നെയാണ് ലക്ഷ്യവും മാർഗവും വഴിയുമൊക്കെ, മറ്റൊന്നും അതിനകത്തില്ല. പിന്നെ വല്ലപ്പോഴും വരുന്ന യാത്രകളാണ്. ഇപ്പോൾ സുവർണകാശി എന്ന് പറയുന്ന 1 കോടി നമശിവായ ജപിച്ചവർക്ക് മാത്രം എൻട്രി കിട്ടുന്ന ഒരു തീർത്ഥയാത്രയാണ് സുവർണകാശി. അത് 1 കോടി നാമജപം ജപിക്കുകയും വേണം, 1 ലക്ഷം എഴുതുകയും വേണം. അപ്പോൾ 1 ലക്ഷം എഴുതിയ ബുക്ക് കണ്ട് സൈൻ ചെയ്താൽ മാത്രമേ അതിനകത്തേക്ക് ഒരു എൻട്രി ഉള്ളൂ. ഇല്ലാതെ അതൊരു കമേഴ്സ്യൽ ജേണി അല്ല.
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാശിയിലേക്ക് പോയാൽ കാലഭൈരവനെ കാണണം. സുമിത്ര, അതായത് ലക്ഷ്മണൻ്റെ അമ്മയുടെ, അതായത് ശ്രീരാമസ്വാമികളുടെ അനുജനായ ലക്ഷ്മണൻ്റെ അമ്മയുടെ നാടാണ് കാശി. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. സുമിത്രയുടെ നാടാണ് കാശി. അതുപോലെ അംബിക അംബാലികയിൽ ഒരാളുടെ നാടാണ് കാശി. അപ്പോൾ മഹാഭാരതമായിട്ട്, അപ്പോൾ ഓരോ സ്പോട്ടിലും ജപിക്കാനുള്ള നാമങ്ങൾ ഇതാണ്, ഓരോ സ്പോട്ടിലും ജപിക്കാനുള്ള നമസ്കരിക്കാനുള്ള രീതികൾ ഇതാണ്. അപ്പോൾ ഭഗവാനെ കാണുമ്പോൾ, കാശി വിശ്വനാഥനെ കാണുമ്പോൾ, വിശാലാക്ഷിയെ കാണുമ്പോൾ ജപിക്കാനുള്ള നാമങ്ങൾ. അപ്പോൾ ഇതൊരു വലിയൊരു പ്രിപ്പറേഷൻ വേണ്ടുന്നൊരു സമയമാണ്. അപ്പോൾ ഓരോ യാത്രകളും അത്രയും പ്രിപ്പറേഷൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ചെയ്തു വരുന്നത്. അവർക്ക് പറഞ്ഞു കൊടുക്കും, അത് പറഞ്ഞു കൊടുത്ത് അത് അവർ ഫുൾഫിൽ ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് വർഷത്തിലൊരു യാത്രയൊക്കെ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 2 അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. കുട്ടികളുടെ ലിഖിതം, അതായത് നമ്മളെയൊക്കെ സംബന്ധിച്ച് രാമായണം നമ്മൾക്കൊന്ന് വായിക്കാൻ പറഞ്ഞാൽ പോലും പാടാണ്. പക്ഷേ തിരുവനന്തപുരത്തേക്ക് ചെറുപ്പക്കാരുടെ കൂട്ടായ്മകൾ കാണും, അധ്യാത്മരാമായണം പകർത്തി എഴുതുന്നവർ. അപ്പോൾ ഞാൻ പറയും, ചിന്തകളെ വളരെ പോസിറ്റീവായിട്ട് നമ്മൾ റൂട്ട് ചെയ്താൽ ഇറ്റ് വർക്ക്സ്. അപ്പോൾ അവർ അധ്യാത്മരാമായണം പകർത്തി എഴുതുന്നുണ്ട്. വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ എന്ന് തുടങ്ങി ബഹ്നി സന്തപ്തലോഹസ്താംബുബിദ്ദുന സന്നിഭം മർത്യ ജന്മം ക്ഷണഭംഗുരം. ഇതൊക്കെ കുട്ടികൾ നിത്യവും ജപിച്ചും ഭജിച്ചും ഒക്കെ എനിക്ക് തോന്നുന്നു ഒരു തവണ കഴിഞ്ഞു. ഒരു തവണ പൂർണ്ണമായി അധ്യാത്മരാമായണം പകർത്തി എഴുതി കഴിഞ്ഞു. 2ാമത്തെ റൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മളെപ്പോഴും ശിവരാത്രിയാണ്. നമ്മൾ DBSS എപ്പോഴും 2 ആഘോഷങ്ങളാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. ഒന്ന് ശിവരാത്രി, ഒന്ന് നവരാത്രി. നവരാത്രിയിൽ 9 ദിവസവും ഈ 10 ദിവസത്തെ നവാഹയജ്ഞം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഒരു റീവാമ്പാണ്. അതായത് ആത്മീയമായിട്ട് 10 ദിവസം 9 പകലുകൾ ഭഗവതിയുടെ, അത് ഏത് ക്ഷേത്രവും ആയിക്കോട്ടെ, ആ നടയിലിരുന്ന് ആ അമ്മയുടെ നാമങ്ങൾ ജപിച്ച് ആ അമ്മയുടെ നാമങ്ങൾ ഭജിച്ച്, പലപ്പോഴും പല ക്ഷേത്രങ്ങളിലും ചെന്ന് കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. അവിടുത്തെ ദേവത ആരാണെന്ന് പോലും വരുന്ന ഭക്തജനങ്ങൾക്ക് അറിയത്തില്ല. അതിപ്പോൾ പാട്ടുപുരക്കാവാണെങ്കിലും ശരി, ആറ്റുകാലാണെങ്കിലും ശരി, ആ ദേവതയുടെ സ്വരൂപം അറിയണ്ടേ. ഇപ്പം മോഹൻലാൽ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലൊരു ഇമേജ് വരും. അതോളെന്ന് വിചാരിച്ചാൽ ആ തലമുടി, ആ ഗുണ്ടു, നമുക്ക് അതാണെന്ന് ഒരു എന്താ പറയുന്ന ക്യൂട്ടായിട്ടൊരു ഇമേജ് മനസ്സിൽ വരും. അതേസമയം ഭദ്രകാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു ഇമേജ് വരാൻ പാടാണ്. അഥവാ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാമെന്നുള്ളത് നാക്ക് നെറ്റിക്കൊണ്ടിരിക്കുന്ന ഭദ്രകാളിയാണ്. അത് എത്രയോ ഭാവങ്ങളിലൊന്നാണത്. എല്ലാ ക്ഷേത്രങ്ങളിലും ഈ ദാരികവധം കഴിഞ്ഞ ഭദ്രകാളിയല്ല. മലയാളപ്പുഴ അമ്മ ദാരികവധം കഴിഞ്ഞ ഭദ്രകാളിയാണ്. അതേസമയം ആറ്റുകാലമ്മ അതല്ല, ആറ്റുകാൽ ഭഗവതി അതല്ല, കരിക്കകം ഭഗവതി അതല്ല. അപ്പോൾ ഈ രൂപങ്ങൾ വ്യത്യാസം. നമ്മൾ പലപ്പോഴും ഈ രൂപങ്ങൾ തിരിച്ചറിയാതെയും സ്വരൂപത്തെ തിരിച്ചറിയാതെ നമ്മൾ ചെന്ന് നമസ്കരിക്കും. അതിനി എത്ര നമസ്കാരം വേണമെന്ന് പറഞ്ഞുകൂടാ. ഗണപതിക്ക് 1 ശിവന് 3 മഹാവിഷ്ണുവിന് 4, ഇതൊന്നും നമുക്ക് ഒരാരും പറഞ്ഞു തരുന്നില്ല. അതൊക്കെ പറയണമെന്ന് പറഞ്ഞാണ് നമ്മൾ ഈ DBSS തുടങ്ങിയത്. നന്നായിട്ട് പോകുന്നുണ്ട്, വളരെ ഭംഗിയായിട്ട്. ഏതാണ്ട് 8 വയസ്സുള്ള കുട്ടികളുണ്ട്. ഏതാണ്ട് അതിന് 3 കോടിയിലധികം വ്യൂസ് ഉള്ള ഒരു ചാനലും ഒക്കെ ഉണ്ട് അവരുടെ ഇതിൽ. 3 crore മുകളിൽ അതിന് വ്യൂസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 3000 ഒക്കെ വീഡിയോസൊക്കെ കാണുമായിരിക്കും അതിനകത്തൊക്കെ. അതിനകത്ത് അങ്ങനെയൊക്കെ പോകുന്ന ഒരു വഴിയാണ്. പക്ഷെ നാമജപം മാത്രമേ ഉള്ളൂ. നല്ലൊരു ഇനിഷ്യേറ്റീവ് ആയിട്ടല്ലേ? ഇനിഷ്യേറ്റീവ് ഇൻ ദി സെൻസ് നാമജപമല്ലേ. അതുകൊണ്ട് ആരും അധികമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല. ആരും അതങ്ങനെ ശ്രദ്ധിക്കില്ല. ജപിക്കണമെന്നുള്ളവർ മാത്രം വരുന്നു, ജപിക്കുന്നു, പോകുന്നു. അങ്ങനെ ഇതിലേക്ക് വരാൻ ആൾക്കാർക്ക് എങ്ങനെ അങ്ങനെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപിക്കാൻ മനസ്സുള്ളവർ മാത്രമേ ഇതിനകത്ത് പറ്റൂ. അല്ലാതെ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. കാരണം കൂടെയുള്ള ആളുകളൊക്കെ 10,000 20,000 ജപിച്ച റെക്കോർഡുകൾ, ഡോക്യുമെന്റ് ചെയ്ത സാധനങ്ങൾ വരുമ്പോൾ ഇവരുടെ കയ്യിലില്ലെങ്കിൽ ഇവർക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരും. ഓരോ നവാഹയജ്ഞവേദികളും സപ്താഹയജ്ഞവേദികളിലും വരുമ്പോൾ ഇവർ ഈ ലിഖിത നാമജപം ഫിസിക്കലി കൊണ്ടുവന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഫിസിക്കലി. അപ്പോൾ ഈ എഴുതുക എന്ന് പറയുന്നത് അതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താക്കന്മാർക്ക് മനസ്സമാധാനം, ഭാര്യമാർക്ക് മനസ്സമാധാനം. ഭർത്താക്കന്മാർ നോക്കുമ്പോൾ ഹോ രാവിലെ തുടങ്ങി, ഒന്നും വായിന്നൊന്നും കേൾക്കുന്നില്ലല്ലോ, എഴുത്തോടെഴുത്ത്. എനിക്ക് തോന്നുന്നത് DBSന് കണ്ട 2 അവാർഡ് അവർ തരും. ഇനി ഭാര്യമാർ നോക്കുമ്പോൾ ചായ, കാപ്പി, ടവൽ, എണ്ണ, ഈ വിളിയൊന്നും കേൾക്കുന്നില്ല. രാവിലെ ഇരുന്ന് എഴുത്തു തുടങ്ങി. വിചാരിക്കും അങ്ങേര് നന്നാവാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. DBS ശാന്തം, സ്വസ്ഥവും. നമ്മളെ സംസാരം പകുതി കുറച്ചാൽ തന്നെ ശാന്തമല്ലേ. ഇപ്പൊ തന്നെ പല പ്രമുഖമായ ഭജൻ ടീംസും പെട്ടുപോയിട്ടുള്ളത് അവരുടെ കർമ്മദോഷമൊന്നും അല്ലല്ലോ, അറിയാതെ വരുന്നൊരു ടങ് സ്ലിപ്പ്, അല്ലെങ്കിൽ അറിയാതെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ബോഡി ലാംഗ്വേജ്, അതിലൊക്കെയാണ് അവർ പെട്ടുപോയിട്ടുള്ളത്. അല്ലാതെ അവരല്ലാതെ ബോധപൂർവമായിട്ട് ആരെയും ദ്രോഹിക്കാനോ ബോധപൂർവമായിട്ട് ആരെങ്കിലും വിഷമിക്കാനോ ഒന്നും ചെയ്തതല്ലല്ലോ. അറിയാതെ വരുന്ന, അല്ലെങ്കിൽ അത്ര കണ്ട് ശ്രദ്ധിക്കാതെ വരുന്ന 1 or 2
വാചകങ്ങൾ അല്ലെങ്കിൽ ചില ബോഡി ലാംഗ്വേജ്. ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് അഹങ്കാരമാണെന്ന് മറ്റൊരു ഇപ്പം ആതിര പറയുകയാണ്, ഓ അഹങ്കാരം കണ്ടില്ലേ, ഇരിക്കുന്ന കണ്ടില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടു. ഇതുപോലൊരു 100 പേര് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടു. ഇങ്ങനെ വരുന്ന ചില കൺസെപ്ഷൻസ് ആണ്. ഇതിന് റിയാലിറ്റിയുമായിട്ട് വലിയ ബന്ധമൊന്നും കാണണമെന്നില്ല. പക്ഷേ അതെ. അപ്പോൾ ഇത്രയും നേരം സത്യം പറഞ്ഞാൽ സമയം പോയത് അറിഞ്ഞില്ല. ഇത് ചിലപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തൊക്കെ വരുമ്പോൾ ഒരു 1 മണിക്കൂർ വീഡിയോ ആയിരിക്കും. പക്ഷെ നമ്മളെ ഇത് ശരിക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 മണിക്കൂറായോ അത്ര ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേ അല്ലേ? അപ്പോൾ ഇത്രയും സമയം പോയതേ അറിഞ്ഞില്ല. ഒരു ശരിക്കും ഒരു ഭയങ്കര പ്ലസന്റ്, ഭയങ്കര ഇപ്പം ഈ നേരത്തെ പറഞ്ഞാൽ ശാന്തം ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മൈൻഡൊക്കെ റിഫ്രഷ്ഡ് ആയ ഫീൽ എനിക്കുണ്ട്. നമ്മുടെ മനസ്സ്, നമ്മുടെ സന്തോഷം നമ്മൾ വേണ്ടാന്ന് വെക്കാത്തടത്തോളം കാലം വേറെ ലോകത്തിൽ ഒരു ശക്തിക്കും നശിപ്പിക്കാൻ പറ്റില്ല. നമ്മുടെ സന്തോഷം വേണ്ടാന്ന് തീരുമാനിക്കുന്നത് നമ്മൾ മാത്രമാണ്. ഇനിയിപ്പോൾ ഭർത്താവാണെങ്കിലും കൊള്ളാം, ഭാര്യയാണെങ്കിലും കൊള്ളാം. ശരിയാണ്. മറ്റേ ഐപോഡ്സ് കിട്ടുമല്ലോ, പറ്റിയാൽ അത് 2 വാങ്ങിച്ചു വയ്ക്കണം. എപ്പോഴെങ്കിലും ഒരു കാലത്തൊരു കുടുംബമൊക്കെ ആയി ഇതൊക്കെ വരുന്ന സമയത്ത് ചായ ഹരിനാം പകുതി കാര്യങ്ങൾ നമ്മൾ കേട്ടില്ല എന്ന് വെച്ചാൽ പ്രശ്നം തീരും. പകുതി കാര്യങ്ങൾ നമ്മൾ പറയില്ല എന്ന് വെച്ചാൽ തീരും പ്രശ്നം. എന്തോ എങ്ങനെയോ ആഘോഷിച്ച് നമ്മൾ ആരെയും പിടിച്ചു നിർത്താൻ ശ്രമിക്കേണ്ട. ആരെയാണ് പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നത്? അല്ലെങ്കിൽ പിടിച്ചു നിർത്താൻ ശ്രമിച്ചാൽ എന്തിനെയാണ് നമുക്ക് സ്വന്തമാക്കാൻ പറ്റിയിട്ടുള്ളത്? പോണത് പോട്ടെ, അതാ ഒരു തലവേന ഒഴിഞ്ഞു എന്നങ്ങ് വിചാരിക്കും. അത്രേ ഉള്ളൂ. അതേ ഉള്ളൂ. കണ്ടക ജനി ഒഴിഞ്ഞു, ഓ രക്ഷപ്പെട്ടു ഭഗവതി മഹാമായി, അത്രയും ചിന്തിച്ചാൽ മതി. അല്ലാതെ വേറെ ഒന്നും അതിനകത്ത് ചിന്തിക്കാനൊന്നുമില്ല. ദാറ്റ്സ് ഡൺ ഫോർ ദി ഡേ. അത്ര തന്നെ ഉള്ളൂ. നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മുടെ സമാധാനം നമുക്ക് വേണോ വേണ്ടതെന്ന്. നമുക്ക് വേണ്ടാന്ന് തീരുമാനിക്കുന്ന നിമിഷം അത് നമ്മളിൽ നിന്ന് പോകും. അപ്പോഴാണ് എന്നെക്കുറിച്ച് അവരിത് പറഞ്ഞു, എന്നെക്കുറിച്ച് ഇവരിത് പറഞ്ഞു, എന്നെക്കുറിച്ച് അവൻ അങ്ങനെ പറഞ്ഞു, എന്നെക്കുറിച്ച് ഇവൻ ഇങ്ങനെ കമൻ്റ് ഇട്ടു, എന്നെക്കുറിച്ച് അവൻ അങ്ങനെ കമൻ്റ് ഇട്ടു, ഇവൻ്റെ ഗോസിപ്പുകൾ ഇങ്ങനെ പറഞ്ഞു. ഇത് നമ്മൾ കേൾക്കുന്നത്, നമ്മളെ കേൾക്കാത്തവരെന്തൊക്കെ നമ്മളെക്കുറിച്ച് പറയുന്നുണ്ടാവും. സത്യം. ഈ 33 കോടി ദൈവങ്ങളുണ്ടെന്ന് പറഞ്ഞതുപോലെ ഈ 100-175 കോടി ജനങ്ങളിൽ നമ്മളെല്ലാവരും നമ്മളെക്കുറിച്ച് സ്തുതി പറഞ്ഞുകൊണ്ടിരിക്കണമെന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അതെന്തിന് നമ്മൾ ബോധർ ചെയ്യണം? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു രാഷ്ട്രീയക്കാർക്ക് നിലനിൽക്കാൻ പറ്റില്ലല്ലോ. അവരെ കണ്ടിട്ടില്ലേ? പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും ഒന്നും നടന്നിട്ടുമില്ല, ഒന്നും പറഞ്ഞു. അങ്ങനെയാണ്. നമുക്ക് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിൽ ജീവിക്കാൻ പറ്റും, അല്ലാതെ വേറെ എന്തെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റും. അത്ര തന്നെ ഉള്ളൂ ഇല്ലേ? രീതിയിൽ ഒരുപാട് എനിക്ക് തോന്നുന്നു ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്കും എൻ്റെ അതേ അഭിപ്രായമായിരിക്കും ഉറപ്പായിട്ടും. എന്നെ ട്രോളാനുള്ള എല്ലാം ഞാൻ തന്നെ തന്നിട്ടുണ്ട്, എന്നെ അടിക്കാനുള്ള പണി ഞാൻ തന്നെ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ തൊട്ടടുത്ത ഏതെങ്കിലും ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും യജ്ഞവേദിയിലോ യാഗവേദിയിലോ ഒക്കെ വരുമ്പോൾ നമുക്ക് നേരിട്ട് കാണാം. നേരിട്ട് കാണുമ്പോൾ ഒന്ന് പറയണം, പുണ്യത്തിൽ കണ്ടിട്ടാണെന്ന് പറയണേ. അല്ലാതെ എനിക്ക് അറിയാൻ പറ്റില്ല, അല്ല നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇൻ്റർവ്യൂ കണ്ടിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രസാദം തുമ്പലയിൽ വേണോ, പ്രസാദം തുമ്പലയിൽ തരും. 2 പ്രാർത്ഥന കൂടുതൽ, ഒരു ലഡ്ഡു കൂടുതൽ തരാം. അത്രയൊക്കെ ഒരു സന്തോഷത്തോടെ ഇരിക്കും ഇല്ലേ? ലോകത്തിൽ എല്ലാം ഹിതമായിട്ട് വരും. നമ്മുടെ കാഴ്ചപ്പാടുകളൊന്നും മാറിയാൽ നമ്മൾ ഈ നാമം ജപിക്കുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ അതിജീവിക്കാനാണ്. അല്ലാതെ നാമജപം കൊണ്ട് അസുഖം മാറുമെന്നോ ഇതൊന്നുമല്ല. പക്ഷേ വരുന്ന പ്രതിസന്ധികളെ സന്തോഷത്തോടു കൂടി അതിജീവിക്കാൻ നമുക്ക് ഒരു ത്രാണി ഉണ്ടാവും. അതിനുള്ള ത്രാണി നമുക്കുണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് സാധാരണ സൈനപ്പ് പറയേണ്ടത് ആതിരയാണ്. പുണ്യത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും അടുത്തൊരു പോഡ്കാസ്റ്റുമായി വരുന്നതുവരെയും സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കണ്ട. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ താഴെ ഒരു ചുവന്ന ഒരു ബട്ടൺ കാണില്ലേ, അതിനകത്ത് ക്ലിക്ക് എന്ന് ഞെക്കിയാൽ സബ്സ്ക്രൈബ് ആവും. കാരണം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പോഡ്കാസ്റ്റുകൾ കാണാൻ പറ്റുമല്ലോ അല്ലേ? ശരി, സന്തോഷം. ഹരി ഓം. നന്ദി.